ഭാരങ്ങളെ ചുമക്കുന്ന നല്ല കർത്താവേ, ഈ ശനിയാഴ്ചയുടെ നല്ല രാത്രിക്കും സമയത്തിനുമായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വെയിലാറിയ സമയത്ത് ഏതേൻ തോട്ടത്തിൽ ഇറങ്ങി ഉലാവിയവനായ ദൈവം ഇന്ന് രാത്രിയിലും ഞങ്ങളുടെ മധ്യത്തിൽ ആലോചനയിൽ വലിയവനായി, പ്രവൃത്തിയിൽ ശക്തിയുമാനായി ഇറങ്ങി വന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വചനത്തിൻ്റെ വാതിൽ അവിടെ നിന്ന് തുറന്ന് ദാഹത്തോട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഓടിക്കൂടിയിരിക്കുന്ന നിന്റെ ജനത്തോട് അവിടുന്ന് സംസാരിച്ചാട്ടെ. പ്രാണനെ തണുപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പെരുമഴ ഈ അന്തരീക്ഷത്തിൽ ഒരിക്കൽ കൂടെ വ്യാപരിക്കപ്പെടട്ടെ. ബലവാനെ പിടിച്ചു കെട്ടിക്കെട്ടല്ലാതെ കൊള്ള പങ്കിടുവാൻ കഴിയാത്തില്ല. എന്നാൽ ചെയ്താശ്രയണ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ചുങ്കത്തറയുടെ, ഈ നിലമ്പൂരിൻ്റെ ദേശ അധിപതിയെ ഉയർത്തെഴുന്നേറ്റ് മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തിയ സകല നാമത്തിനും മേലായ നാമം പ്രാപിച്ച രാജാധി രാജാവും കർത്താധി കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവയെ ശാസിച്ച് ജയമെടുക്കുന്നു. സകല ദുരാത്മ കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ സത്തൻ കെട്ടിയ കെട്ടുകൾ അഴിയട്ടെ. ബദ്ധന്മാർ വിടുവിക്കപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവ പ്രവൃത്തിക്ക് വിരുദ്ധമായി വ്യാപരിക്കുന്ന സകല പോരുകളെ, പോരാട്ടങ്ങളെ നാസറേയ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് ജയമെടുക്കുന്നു. ദേഹത്തിൽ ദേഹിയിൽ ആത്മാവിൽ നിന്റെ ജനം ഇന്ന് രാത്രി വിടുതലും ജയവും പ്രാപിക്കും. വചനത്തിന് വാതിൽ തുറക്കും. അവിടെ ഞങ്ങളോട് സംസാരിക്കും. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും. യേശുവിൻ്റെ പിള്ളേരുടെ നാമത്തിൽ തന്നെ എല്ലാവരും ശക്തിയോടെ ആമേൻ പറഞ്ഞാട്ടെ. കടന്നു വന്നാട്ടെ. ബൈബിളുള്ള എല്ലാവരും തുറന്നാട്ടെ. ബൈബിളുള്ള എല്ലാവരും എബ്രായ ലേഖനം 12-ാം അധ്യായം, എബ്രായർക്ക് ലേഖനം 12-ാം അധ്യായം 24-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ബൈബിളിലുള്ള എല്ലാവരും തുറന്നാട്ടെ. എബ്രായ ലേഖനം 12-ാം അധ്യായം 24-ാം വാക്യം. പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലേക്കത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. എവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്? പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലേക്കത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. നാം ഇന്ന് രാത്രി കേൾക്കുന്ന ഈ ദൂതിൻ്റെ തലക്കെട്ട് ഇതാണ്: ദ സ്പീക്കിംഗ് ബ്ലഡ്. സംസാരിക്കുന്ന യേശുവിൻ്റെ രക്തം. സംസാരിക്കുന്ന യേശുവിൻ്റെ രക്തം. യേശുവിൻ്റെ രക്തം ഇന്ന് രാത്രി ചുങ്കത്തറയോട്, നിലമ്പൂരിനോട് സംസാരിക്കുകയാണ്. യേശുവിൻ്റെ രക്തത്തിൽ വെളിപ്പെടുന്ന വലിയ ശക്തിയുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ്, പ്രോബബ്ലി 2 വർഷം മുമ്പ്, ഇന്ത്യയുടെ ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ ഇന്ത്യയിൽ, ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു മെഗാ മൂവിൻ്റെ ഒരു ദൈവത്തിൻ്റെ ദാസൻ, അപ്പോസ്തലിക അധികാരത്തിൽ ദൈവകൃപയാൽ പ്രയോജനപ്പെടുന്ന ആ ദൈവത്തിൻ്റെ ദാസൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതനെക്കുറിച്ച് പറഞ്ഞു. അന്യമതത്തിൽ നിന്ന് തൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് വളരെ രസകരമായ അനുഭവത്തിലാണ്. മന്ത്രവാദം ചെയ്ത് കോടീശ്വരനാകാൻ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. തെക്കേ ഇന്ത്യയിൽ ജനിച്ചു വളർത്തപ്പെട്ട അന്യമതത്തിൽപ്പെട്ട ഒരു വ്യക്തി തൻ്റെ സ്റ്റേറ്റിൻ്റെ ഏറ്റവും 1-ാം നമ്പർ മന്ത്രവാദികളിൽ നിന്ന് മന്ത്രവാദം പഠിച്ചു. ആ മന്ത്രവാദി അവസാനത്തെ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു: നിനക്ക് ആർക്കെങ്കിലും ഇട്ട് ഇത് ചെയ്യാം, പക്ഷെ യേശുവിൻ്റെ രക്തം എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്, അവർക്കിട്ട് നീ ചെയ്യല്ല. സൗത്ത് ഇന്ത്യയിലെ കേരളം, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, കർണാടക, ഈ ഇത്രയും 5 സംസ്ഥാനങ്ങളിലുള്ളതാ. വേറെ അതിൻ്റെ ഹയർ ഗ്രേഡ് മന്ത്രവാദികളിൽ നിന്ന് പഠിച്ചു. അവസാനത്തെ ക്ലാസ്സുകളിൽ അദ്ദേഹവും അതേ സെൻറ്റൻസ് തന്നെ ആവർത്തിച്ചു: സ്തോത്രം, ആർക്കിട്ട് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ യേശുവിൻ്റെ രക്തമെന്ന് പറയുന്ന മനസ്സിലാകാത്ത ഭാഷ പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അവർക്കിട്ട് ചെയ്യല്ല, ചെയ്യാതിതാൽ ഫലിക്കത്തില്ല. അവസാനം കുറച്ചു നാൾ കൂടെ കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ നമ്പർ 1, അദ്ദേഹത്തിൻ്റെ മതത്തിൽപ്പെട്ട ഇന്ത്യയുടെ നമ്പർ 1 മന്ത്രവാദിയിൽ നിന്ന് മന്ത്രവാദം അഭ്യസിപ്പാൻ വേണ്ടി അനേക വർഷങ്ങൾ അദ്ദേഹം പോയി ആ വലിയ മന്ത്രവാദിയുടെ കൂടെ പാർത്തു. ലോങ് സ്റ്റോറി, സ്തോത്രം. അവസാനം അദ്ദേഹവും ഇത് തന്നെ പറഞ്ഞു: ആർക്കിട്ട് ഇത് നീ ചെയ്താലും ഞാൻ പഠിപ്പിച്ചത്, വർഷങ്ങൾ പഠിപ്പിച്ചത് ഫലിക്കും, പക്ഷേ യേശുവിൻ്റെ രക്തം എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്, അവർക്കിട്ട് ചെയ്താൽ ഇത് നിൽക്കത്തില്ലെന്ന് മാത്രമല്ല, 7 മടങ്ങ് നിന്റെ നേരെ ഇത് തിരിച്ചടിക്കും. ഇത് ഞാൻ പറഞ്ഞപ്പോൾ വിശ്വാസികൾ മിണ്ടിയില്ലെങ്കിലും ഇതിൻ്റെ ചുറ്റുപാടും ഇരിക്കുന്ന ചില കൂട്ടർക്ക് വളരെ നന്നായി അവർ അനുഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റുപാടും ഇരിക്കുന്നവരും ഈ ദേശത്ത് വ്യാപരിക്കുന്ന ദുരാത്മ ശക്തികൾക്കും വളരെ നന്നായിട്ടറിയാം. നിൻ്റെയും എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകം തിരിച്ചടി പുസ്തകമല്ല, ജയത്തിൻ്റെ പുസ്തകമാണ്.
വിശ്വാസ ജീവിതത്തിൽ കർത്താവ് യേശു ക്രിസ്തു എന്നെ നിന്നെ വിളിച്ചിറക്കിയത് നാണം കെടാനല്ല, തലയിലൂടെ മുണ്ടിട്ട് നടക്കാനല്ല, തോൽക്കാനല്ല. പകരം കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകി തരുന്ന ദൈവത്തെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്. There is power in the blood of Jesus. യേശുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട്. പല രാജാക്കന്മാർ, പല ഉന്നതന്മാർ, ഇന്ത്യയുടെ തന്നെ 2 പ്രധാനമന്ത്രിമാർ അവിടെ രക്തം ചൊരിഞ്ഞ് ഈ മണ്ണിൽ വീണ് മരിച്ചവരാണ്. അവർ മരിച്ചു, അവിടെ രക്തവും അവരോടൊപ്പം മരിച്ചു. അവർ മരിച്ചു, അവരോടൊപ്പം അവിടെ രക്തവും മരിച്ചു. പക്ഷേ 2000 വർഷങ്ങൾക്ക് മുമ്പ് 1 കൊരിന്ത്യർ 15:3-4 വാക്യങ്ങൾ അനുസരിച്ച് ദൈവത്തിന്റെ വചനപ്രകാരം യേശു കർത്താവ് മരിച്ചു. തിരുവചന പ്രകാരം അവൻ അടക്കം ചെയ്യപ്പെട്ടു. തിരുവചന പ്രകാരം അവൻ ഉയർത്തെഴുന്നേറ്റു. വെളിപ്പാട് 1:18 യേശു പറഞ്ഞു, ഒരിക്കൽ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. യേശു കർത്താവ് മരിച്ചു. പക്ഷെ ഇന്ന് രാത്രി അവൻ കഴുതപ്പുറത്തും കല്ലറയിലും അതേ റോമിലും സ്തോത്രം യെരുശലേമിലുമല്ല, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് അതേ ഉയർത്തെഴുന്നേറ്റ് ദൈവകൃപയാൽ ജീവിക്കുന്നു. യേശു ജീവിക്കുന്നത് കൊണ്ട് യേശുവിൻ്റെ രക്തവും ചത്തുപോയില്ല, യേശു കർത്താവിൻ്റെ രക്തവും ജീവിക്കുന്നു. പലരും സ്തോത്രം പറയാത്തതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയാം, യേശു കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് യേശുവിൻ്റെ രക്തവും ദൈവത്തിൻ്റെ കൃപയാൽ ജീവിക്കുന്നു. മാത്രമല്ല യേശുവിൻ്റെ രക്തം ഇന്ന് രാത്രിയും നിലമ്പൂരിനോട് സംസാരിക്കുകയാണ്. സ്വർഗസ്ഥലങ്ങളിൽ യേശുവിൻ്റെ രക്തം സംസാരിക്കുന്നു. നിനക്ക് വേണ്ടി സംസാരിപ്പാൻ നിന്റെ ശബ്ദം എത്താത്ത സ്ഥലത്ത് സഹോദരനെ സഹോദരിയെ, നിനക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ കഴിയാത്ത ഇടത്ത് നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു MLA അല്ല, ഒരു MP അല്ല, ഒരു അഡ്വക്കേറ്റ് അല്ല, ഒരു ജഡ്ജല്ല. പകരം സ്തോത്രം യേശുവിൻ്റെ രക്തം നിനക്കായി സംസാരിക്കുന്നു. സ്തോത്രം യേശുവിൻ്റെ രക്തം സംസാരിക്കുന്ന ശബ്ദം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന് ആരെങ്കിലും പറയുന്നു എങ്കിൽ, പ്രകൃതിയിലും പ്രപഞ്ചത്തിലും നമുക്ക് കേൾപ്പാൻ കഴിയാത്തതായ ഒരുപാട് ശബ്ദങ്ങളുണ്ട്. നമുക്ക് കേൾപ്പാൻ കഴിയാത്ത ശബ്ദം കേട്ടാണ് കടവാവൽ പറന്നുകൊണ്ട് ഇരിക്കുന്നത്. സുനാമി വന്നപ്പോൾ കന്യാകുമാരിക്കാർ പറഞ്ഞു, ഒറ്റ അഴിച്ചുവിടപ്പെട്ട മൃഗങ്ങൾ പോലും ചത്തില്ല. ഏകദേശം 500-ലധികം പേരാണ് കന്യാകുമാരിയിൽ മാത്രം മരിച്ചത് സുനാമി വന്നപ്പോൾ. കാരണം സുനാമിയുടെ മുഴക്കം കേട്ടപ്പോൾ തന്നെ മൃഗങ്ങളെല്ലാം അവിടെ നിന്ന് ഓടി മറഞ്ഞു. തിരമാല ഇപ്പോൾ കയറി വരുമെന്ന് ആ ശബ്ദം കേട്ടിട്ട് മൃഗങ്ങൾ ഓടി മറഞ്ഞു. നമുക്ക് കേൾപ്പാൻ കഴിയാത്തത് മൃഗങ്ങൾ കേൾക്കുന്നു. നോർത്ത് ഇന്ത്യയിൽ ലത്തൂരും അതുപോലെ ഗുജറാത്തും ഒക്കെ കടന്നുപോയപ്പോൾ അവർ പറഞ്ഞു, ഭൂമി കുലുക്കത്തിൽ മൃഗങ്ങൾ രക്ഷപ്പെട്ടു. അടിച്ചുവിടപ്പെട്ട മൃഗങ്ങൾ, ഭൂമിക്കുള്ളിലുള്ള അഭ്രപാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറുന്നതിൻ്റെ ശബ്ദം മനുഷ്യർ കേട്ടില്ല, മൃഗങ്ങൾ കേട്ടു. സുനാമി മൃഗങ്ങൾ കേൾക്കുന്നു, അതേ ഭൂകമ്പങ്ങൾ മൃഗങ്ങൾ കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വളരെ കൃത്യവും വ്യക്തവുമായി ഞാൻ പറയട്ടെ, മനുഷ്യർക്ക് കേൾപ്പാൻ കഴിയത്തില്ല, പക്ഷെ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ദുരാത്മ മണ്ഡലങ്ങൾ ഇന്ന് രാത്രി കേൾക്കുന്നു. അവ വിറച്ചുകൊണ്ടിരിക്കുന്നു. വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളെ ദുഷ്ടാത്മ സൈന്യം, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശബ്ദം. നിങ്ങൾ മിണ്ടുന്നില്ല. പ്രസംഗത്തിന് മാർഗിടാൻ വന്നതുപോലെ മടങ്ങും. ഇന്ന് രാത്രി വിശ്വസിച്ച് ഇരിക്കുന്നവർ ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ദുരാത്മ മണ്ഡലങ്ങൾ, സാത്താന്യ മണ്ഡലങ്ങൾ, രോഗശക്തികൾ ഇന്ന് രാത്രി കേൾക്കുന്നു. അവ വറയ്ക്കുന്നു. നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന വിലയേറിയ വിടുതലിന്റെ ശബ്ദമുണ്ട്, വിലയേറിയ ശക്തിയുണ്ട്. തിരുവചനം പറയുന്നു, ദൈവം പറഞ്ഞതായ രക്തത്തിൽ പോലും അതേ വെളിപ്പെട്ട വലിയ വിടുതലിന്റെ ശക്തിയുണ്ട്. ഒരിക്കൽ കൂടെ, സ്പോക്കൺ വേർഡ് ബ്ലഡ്, ദൈവം പറഞ്ഞ രക്തം. എന്താണ് ദൈവം പറഞ്ഞ രക്തം? ഇന്നേക്ക് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ജനം സ്തോത്രം ഇസ്രയേലിൽ ബന്ധിക്കപ്പെട്ടവരായിരുന്നു. അവർ അടിമകളായിരുന്നു. അവർക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങുവാൻ കഴിഞ്ഞില്ല. അവർക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങുവാൻ കഴിയാത്തത് കൊണ്ട് ദൈവം ഇസ്രയേലിലേക്ക് അങ്ങോട്ട് അകത്തേക്ക് ഇറങ്ങി നിന്നിട്ട് അവരെ പുറത്തെടുത്തു. ഇന്ന് രാത്രി പുറത്തിറങ്ങുവാൻ കഴിയാത്ത വിഷയങ്ങളിൽ കെട്ടപ്പെട്ട വ്യക്തികൾ, കുടുംബങ്ങൾ കേൾക്കണം. നിനക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ വിടുതലിന്റെ ദൈവം നിന്റെ സാഹചര്യത്തിലേക്ക് ഇറങ്ങി വന്ന് അതേ ബന്ധനങ്ങളെ തകർത്ത് നിന്നെ പുറത്തെടുക്കുന്നവനാണ്. 10 ബാധകൾ അവിടെ വെളിപ്പെട്ടതായി വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഒടുവിലത്തെ ബാധയാണ് കടിഞ്ഞൂൽ സംഹാരം. കർത്താവ് പറഞ്ഞു, സ്തോത്രം, ആ കടിഞ്ഞൂൽ സംഹാരം ആ നാട്ടുകാർക്ക് വരുന്നത് ദൈവപൈതലിന് വരികയില്ല. ഒരിക്കൽ കൂടെ, നാട്ടുകാർക്ക് വരുന്നത് യേശുവിൻ്റെ രക്തത്തിൽ വിശ്വസിക്കുന്ന നിനക്ക് വരികയില്ല.
കർത്താവ് അതിനുവേണ്ടി ഒരു കാര്യം പറഞ്ഞു. ഒരു ആട്ടിൻകുട്ടിയെ 4 ദിവസം മുമ്പെടുത്ത് അതിനെ 4-ാം പക്കം അതിനെ 4-ാം ദിവസത്തിൽ അതിനെ കൊന്ന് കട്ടളക്കാരൻ കുറുമ്പടി മേലും രക്തം പുരട്ടി ഭവനത്തിൽ സ്തോത്രം മറഞ്ഞിരിക്കണം. ഇസ്രായേൽ എങ്ങനെ ആ ചോരത്തളി എന്ന് പറയും അത് ആചരിച്ചു. ദേശത്ത് കടിഞ്ഞൂലായി മൃഗത്തിന്റെയും മനുഷ്യന്റെയും കടിഞ്ഞൂലുകളൊക്കെയും കൊല്ലപ്പെടുമ്പോൾ ഇസ്രായേൽ ജനം ഇതാ കട്ടളക്കാലും മേലും കുറുമ്പടി മേലും രക്തം പുരട്ടിയവരായി അവർ ഉള്ളിലിരുന്നപ്പോൾ തിരുവചനം പറയുന്നു സംഹാരദൂതന് അവരെ തൊടുവാൻ കഴിഞ്ഞില്ല. വീണ്ടും ബൈബിൾ പറയുന്നു അവരവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ വിടുതൽ പ്രാപിച്ചു പുറപ്പെട്ടപ്പോൾ തെരുവ് നായി അവരെ നോക്കി നാവ് അനക്കിയില്ല. മലയാള ബൈബിൾ പറയുന്നു തെരുവ് നായി അഥവാ നായി നാവ് അനക്കിയില്ല. കുരയ്ക്കുന്ന പട്ടി തുടങ്ങി തകർക്കുന്ന മരണദൂതൻ വരെയുള്ള സകലത്തിൽ നിന്നും ദൈവത്തിന്റെ ജനത്തെ സംരക്ഷിച്ചതാണ് ദൈവം പറഞ്ഞ രക്തം. ഇവിടെ സ്തോത്രം പറയണമെങ്കിൽ ടാക്സ് കൊടുക്കണോ? അല്ല, ഇവർ മിണ്ടാതിരിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചാ. ഞാൻ വരുന്ന ആന്ധ്രാപ്രദേശിൽ നിന്ന് തെലങ്കാനയിൽ നിന്നാണ് ഈ ആഴ്ച വരുന്നത് സ്തോത്രം. അവിടെ ഈ ജനം മിണ്ടാതിരിക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ എന്തോ മനോഭാവത്തിൽ ഇരിക്കുന്നതെന്ന് എനിക്ക് വലിയ സ്തോത്രം പ്രയാസമുണ്ട്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം. 4000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം പറഞ്ഞതായ രക്തത്തിൽ മറഞ്ഞിരുന്ന ദൈവത്തിന്റെ ജനത്തിന്റെ പ്രത്യേകത കുരയ്ക്കുന്ന പട്ടി തുടങ്ങി തകർക്കുന്ന മരണദൂതൻ വരെയുള്ള അവർക്ക് തൊടുവാൻ കഴിഞ്ഞില്ല, അവർക്ക് നേരെ ശബ്ദിപ്പാൻ കഴിഞ്ഞില്ല. ദൈവം പറഞ്ഞ രക്തത്തിന് മോനെ നീ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി നിർത്തണം, വോളിയം കുറയ്ക്കല്ല പ്ലീസ്. സ്തോത്രം. അതെ, ദൈവം പറഞ്ഞ രക്തത്തിന് അത്രയും ശക്തി ഉണ്ടായിരുന്നു എങ്കിൽ അല്പോട് മോണിറ്റർ തരൂ. ദൈവം പറഞ്ഞ രക്തത്തിന് അത്രയും ശക്തി ഉണ്ടായിരുന്നെങ്കിൽ കുരയ്ക്കുന്ന നായി തുടങ്ങി തകർക്കുന്ന മരണദൂതൻ വരെയുള്ള സകലത്തെ തകർക്കുവാൻ സ്തോത്രം. അതേ, ദൈവം പറഞ്ഞ രക്തത്തിന് അത്രയും ശക്തി ഉണ്ടായിരുന്നെങ്കിൽ നായി നാം അനക്കിയില്ല, തെരുവിലെ നായി നാം അനക്കിയില്ല. 30 ലക്ഷം ജനം ഒരുമിച്ച് സ്തോത്രം വിടുതൽ പ്രാപിച്ചു പോകുമ്പോൾ നാട്ടിൽ കിടക്കുന്ന മുഴുവൻ പട്ടികളും കുരയ്ക്കേണ്ടതായിരുന്നു. ഇത്രയും പേർ ചുങ്കത്തറിയുന്ന കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ പല പട്ടികളും ഇന്ന് രാത്രി കുരയ്ക്കാൻ ചാൻസ് ഉണ്ട് എന്ന് ആരെങ്കിലും ചിന്തിക്കും െങ്കിൽ 30 ലക്ഷം പേർ ഒരുമിച്ച് അതേ വിടുതൽ പ്രാപിച്ച അർദ്ധരാത്രി പുറത്തിറങ്ങിയ ഒറ്റ പട്ടി പോലും കുറച്ചില്ല, ഒരു മരണദൂതൻ പോലും അവരെ തൊട്ടില്ല. കാരണം സ്പോക്കൺ ബ്ലഡ്, പറഞ്ഞ രക്തത്തിൽ അവർ മറഞ്ഞിരുന്നു. ദൈവപൈതലെ പറഞ്ഞ രക്തത്തിൽ മറഞ്ഞിരുന്നപ്പോൾ അത്രയും വിടുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഇമ്മാനുവേലിന്റെ സിരകളിൽ ഒഴുകിയ അവന്റെ സ്വന്തം രക്തത്തിൽ എത്ര വലിയ ശക്തിയായിരിക്കും വെളിപ്പെടുന്നത്. അന്യരക്തത്തിന് പറഞ്ഞ രക്തത്തിന് എത്രയും ശക്തി ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ രക്തം നിനക്കായി സംസാരിക്കുന്നു. നിനക്ക് വേണ്ടി സംസാരിക്കുന്നത് ഏതോ രാഷ്ട്രീയ പാർട്ടിയോ ഏതോ ഉന്നതന്മാരല്ല. The blood which is speaking blood than the blood of Abel. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം ദൈവത്തിന്റെ കൃപയാൽ നിനക്കായി സംസാരിക്കുന്നു. അതെ, യേശു കർത്താവിന്റെ രക്തം 7 സ്ഥലങ്ങളിലാണ് അതേ ചൊരിയപ്പെട്ടതായി, അല്ല 7 പ്രാവശ്യമാണ് ചൊരിയപ്പെട്ടതായി വേദപുസ്തകം പറയുന്നു. 7 സ്പ്രിംഗ്ലിംഗ്. യേശുവിന്റെ രക്തം 7 സമയത്താണ് അല്ലെങ്കിൽ 7 സ്തോത്രം സ്ഥാനങ്ങളിൽ അതെ ചിന്തപ്പെടുകയുണ്ടായി. എന്തുകൊണ്ടാണ് 7 പ്രാവശ്യം യേശുവിന്റെ രക്തം ചിന്തപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഡേ ഓഫ് അറ്റോണിമെന്റ് അല്ലെങ്കിൽ മഹാപാപ പരിഹാര ദിനം. അതിനെ എബ്രായ ഭാഷയിൽ പറയുന്നത് യോങ്കിപ്പോർ എന്ന ദിവസത്തിൽ മഹാപുരോഹിതൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാകാരം കടന്ന് വിശുദ്ധ സ്ഥലം കടന്ന് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ 7 ചോരത്തളിക്കായിട്ടാണ് താൻ കടന്നു വരുന്നത്. പഴയ നിയമം ഷാഡോ നിഴലാണ്, പുതിയ നിയമം ഇന്ന് രാത്രി പൊരുളാണ്. 7 പ്രാവശ്യം സ്തോത്രം ചോരത്തളിയിൽ അതെ ആചരിക്കണം എന്നുള്ളത് അതേ മഹാപുരോഹിതന് ദൈവം നൽകിയതായ കൽപ്പനയാണ്. സോ അങ്ങനെ 7 പ്രാവശ്യം സ്തോത്രം അതേ ചോരത്തളി ആചരിക്കണം എന്നുള്ളത് കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സിരകളിൽ നിന്ന് 7 പ്രാവശ്യമാണ് രക്തം ചൊരിയപ്പെട്ടത്. നിങ്ങൾ സ്തോത്രം പറയുന്നില്ല, ഞാൻ ആവർത്തിക്കുന്നു, 7 പ്രാവശ്യമാണ് അതേ യേശുവിന്റെ രക്തം ചൊരിയപ്പെട്ടത്. സംഖ്യകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. 1 ദൈവം, 2 ദൈവിക കൂട്ടായ്മ, 3 ദൈവിക ഐക്യത, 4 സൃഷ്ടി, 5 ദൈവകൃപ, 6 മനുഷ്യൻ, 7 ദൈവിക പൂർണ്ണത. ഒരിക്കൽ കൂടെ 1 ദൈവം. പല അപ്പന്മാർ നമുക്കില്ല, നമുക്കൊരു അപ്പനാണുള്ളത്. 1 ദൈവം, 2 ദൈവത്തിന്റെ കൂട്ടായ്മ, ഒരുവൻ 1000-യും 10,000-യും പിന്തുടരും, 3 ഐക്യത, 4 ദൈവത്തിന്റെ സൃഷ്ടി, 5 ദൈവത്തിന്റെ കൃപ, 6 സ്തോത്രം മനുഷ്യൻ, 7 ദൈവിക പൂർണ്ണത. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ നിനക്ക് വിടുതൽ ഉണ്ടാക്കുവാൻ, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ, നീ രക്ഷിക്കപ്പെടുവാൻ, നീ പാപമോചനം പ്രാപിപ്പാൻ, നീ ദൈവ പൈതലാകുവാൻ കൃത്യമായി ദൈവിക പെർഫെക്ഷനായി 7 പ്രാവശ്യം അവന്റെ രക്തം ചൊരിയപ്പെടുകയുണ്ടായി.
എന്നാൽ ഇന്ന് രാത്രി 7 പ്രാവശ്യം കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തം ചൊരിഞ്ഞതല്ല എന്നെ കർത്താവ് ഏൽപ്പിച്ചതായ സ്തോത്രം ദൂത്. പക്ഷേ കേൾക്കണമേ, 7 പ്രാവശ്യം രക്തം ചൊരിഞ്ഞു, അത് ഫാക്റ്റാണ്, അത് വാസ്തവമാണ്. പക്ഷേ 4 സ്ഥലങ്ങളിലാണ് യേശുവിന്റെ രക്തം ചൊരിയപ്പെട്ടത്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, 4 എന്ന് പറയുന്നത് അത് ഭൂമിയെ കുറിക്കുന്ന സംഖ്യയാണ്, അല്ലെങ്കിൽ സൃഷ്ടിയെ കുറിക്കുന്ന സംഖ്യയാണ്. ഇന്ന് രാത്രി നീ ദൈവത്തിന്റെ സൃഷ്ടിയാണ്, അല്ലാതെ വാൽമാക്രി പണ്ടുണ്ടായിരുന്നു, പിന്നെ അതിന്റെ വാല് മുറിഞ്ഞിട്ട് പിന്നെ മാക്രിയായി തീർന്നു, പിന്നെ അത് സ്തോത്രം അതെ തവളയായി തീർന്നു, പിന്നെ അവസാനം ഇങ്ങനെ മാറി മാറി വന്നപ്പോ അവൻ കുരങ്ങനായി തീർന്നു. എന്നിട്ട് അവൻ വാലും ചുരുട്ടി ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ താണു കിടന്നു. എന്നിട്ട് അവസാനം അവന്റെ വാല് മുറിഞ്ഞവൻ എന്റെ വലിയപ്പച്ചനായി എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ ഞാൻ പറയും, നിന്റെ വലിയപ്പച്ചൻ കുരങ്ങനായിരിക്കും, എന്റെ വലിയപ്പച്ചൻ കുരങ്ങനല്ല. ദൈവം ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിൽ ആണും പെണ്ണുമായി സൃഷ്ടിക്കുകയുണ്ടായി. മാനവജാതി എന്ന ദൈവിക സൃഷ്ടിക്ക് വേണ്ടി, അതേ സൃഷ്ടി ഉന്നതമായ സൃഷ്ടിയായ മനുഷ്യന് വേണ്ടി സൃഷ്ടിക്ക് അനുസൃതമായി 4 സ്ഥലങ്ങളിൽ 4 ദൈവത്തിന്റെ സൃഷ്ടിയുടെ സംഖ്യയാണ്. ദൈവത്തിന്റെ സൃഷ്ടിയാകുന്ന നീ രക്ഷിക്കപ്പെടുവാൻ, നീ ദൈവത്തിന്റെ പൈതലാകുവാൻ 4 സ്ഥലങ്ങളിലാണ് യേശുവിന്റെ രക്തം ചൊരിയപ്പെട്ടത്. 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. 4 സ്ഥലങ്ങളിൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തം നമുക്കായി ചൊരിയപ്പെടുകയുണ്ടായി. ഒന്നാമത്തെ സ്ഥലം ഏതാണ്? ആ 4 സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് നമുക്കിന്ന് എത്തി നോക്കാം. അതേ സ്തോത്രം. ഒന്നാമത്തെ സ്ഥലം ഏതാണ്? ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 44-ാം വാക്യം വായിക്കുമ്പോൾ, ലൂക്കോസ് 22 അതിന്റെ 44 വായിക്കുമ്പോൾ, പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോര തുള്ളി പോലെ ആയി. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു തോട്ടത്തിൽ യേശു പ്രാർത്ഥിക്കുകയാണ്. ഏതേൻ തോട്ടത്തിൽ പാപം ഉണ്ടായത് നിമിത്തം മാനവജാതി പാപിയായി തീർന്നു. എന്നാൽ പർദീസയുടെ തോട്ടത്തിൽ മനുഷ്യൻ എത്തുവാൻ തക്കോണം ഗതശമനി എന്ന ഒരു തോട്ടത്തിൽ യേശു കർത്താവ് കയറിപ്പോയി പ്രാർത്ഥിച്ചു. ശ്രദ്ധിക്കണമേ, ഗതശമനി എന്ന വാക്കിനർത്ഥം ഓയിൽ പ്രസ്, എണ്ണച്ചക്ക് എന്നാണ്. ഒരിക്കൽ കൂടെ, ഗതശമനി എന്ന അതേ ആ പദത്തിനർത്ഥം എണ്ണച്ചക്ക് എന്നാണ്. ഇന്ന് നിങ്ങൾ യെരൂശലേമിൽ ചെല്ലുമ്പോൾ ഒലിവ് മരങ്ങൾ, 100 കണക്കിന് ഒലിവ് മരങ്ങൾ, 2000 വർഷത്തോളം പഴക്കമുള്ള ഒലിവ് മരങ്ങൾ ഉൾപ്പെടെയുള്ള 100 കണക്കിന് ഒലിവ് മരങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു തോട്ടത്തെ ആ കിദ്രോൻ താഴ്വരയിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതിന്റെ പേരാണ് ഗതശമന. യേശു കർത്താവ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും ഇടയ്ക്കിടയ്ക്ക് ഗതശമനയിൽ കയറിപ്പോയി പ്രാർത്ഥിച്ചിരുന്നു. ശ്രദ്ധിക്ക്, നിങ്ങൾ അപ്പോസ്തലനായിരിക്കാം, നിങ്ങൾ പ്രവാചകനായിരിക്കാം, നിങ്ങൾ പ്രാസംഗനായിരിക്കാം, നിങ്ങൾ സുവിശേഷകനായിരിക്കാം, വലിയ ദർശനമുള്ളവനായിരിക്കാം, നിങ്ങൾ പ്രവചിക്കുന്നവരായിരിക്കാം, നിങ്ങൾ വിശ്വാസ ജീവിതത്തിൽ ഏത് സ്റ്റാറ്റസിൽ ഏത് ലെവലിൽ നിങ്ങൾ ജീവിക്കുന്നവരാണെങ്കിലും യേശുവിന് ഒരു ഗതശമന ഉണ്ടായിരുന്നത് പോലെ നിനക്കും എനിക്കും ഒരു ഗതശമനയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കയറി ഇറങ്ങുന്ന ഗതശമനയുണ്ട്. ക്രഷിംഗ് ആൻഡ് പ്രസിംഗ് പ്രോസസ്. ഇടയ്ക്കിടയ്ക്ക് തകർക്കപ്പെടുന്ന, ഇടയ്ക്കിടയ്ക്ക് ഒടുക്കപ്പെടുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ ഇന്ന് രാത്രി തകർന്നവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ, ഉടഞ്ഞവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ, നീ ഉടയുന്നത് ദൈവദാസന്മാരെ, പിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, നീ ഇടയ്ക്കിടയ്ക്ക് ഉടയുന്നത്, കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത്, നീ തകർക്കപ്പെടുന്നത് ഒരിക്കലും തിന്മയ്ക്കല്ല, നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. കാരണം പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൽ വേദപുസ്തകം പറയുന്നു, അതേ സ്തോത്രം, സമാഗമന കൂടാരത്തിൽ കടന്നു പോകുമ്പോൾ വിശുദ്ധ സ്ഥലം എന്ന 2-ാം ഭാഗത്തിൽ മിനോറ അഥവാ ഒരു കതിരവിളക്ക് നിൽപ്പുണ്ട്. ആ കതിരവിളക്കിന് 7 നാളങ്ങളാണ് ഉള്ളത്. കതിരവിളക്കിന് 7 നാളങ്ങളാണ് ഉള്ളത്. രാവിലെ 10 മണിക്ക് തുടങ്ങി 5 മണിക്ക് അണയുന്ന പരിപാടി ആ കതിരവിളക്കിന് ഇല്ല. 24 മണിക്കൂറും അതിന്മേൽ 7 നാളങ്ങളും ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. മാസത്തിന് 30 ദിവസങ്ങളിലും അതിൽ ജ്വലനമുണ്ട്. 365 ദിവസവും അത് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. പോരാ, തലമുറയായി അത് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അതേ അണയാതെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയായി, അപ്പന്റെ കാലത്തോ വലിയപ്പച്ചന്റെ കാലത്തോ അതിനു മുൻപ് ഒക്കെ തലമുറയായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന മിനോറയോട് അഥവാ കതിരവിളക്കിനോട് ചോദിക്ക്, മറ്റുള്ള ഒത്തിരി പേർ അണഞ്ഞു പോയപ്പോ എന്താ കതിരവിളക്ക്, നീ
അണയാത്തത്? അവൻ പറയും, ഇന്നലകളിൽ ചില ഒലിവൻ കായ്കൾ ഉടക്കപ്പെട്ടത് കൊണ്ട്, ഇന്നലകളിൽ ചില ഒലിവൻ കായ്കൾ തകർക്കപ്പെട്ടത് കൊണ്ട് അത്രേ ഇന്ന് എത്ര കാറ്റടിച്ചിട്ടും എത്ര മഴ പെയ്തിട്ടും എത്ര പ്രതികൂലം വന്നിട്ടും ഞാനിതാ അണയാതെ ജ്വലിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഈ ഗ്രൗണ്ടിലായിരിക്കുന്ന ദൈവജനത്തെ നോക്കി പ്രവചനാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ചില ദിവസങ്ങളോ കാലങ്ങളോ സമയങ്ങളോ വർഷങ്ങളോ അല്ല, തലമുറയായി നീ ജ്വലിക്കുവാൻ പോകുന്നു. പാസ്റ്റർ തോമസ് അബ്രഹാം ഉൾപ്പെടെ ഉള്ളവരെ നോക്കി ഈ രാത്രി ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, നീ ജ്വലിക്കും, നിന്റെ മക്കൾ ജ്വലിക്കും, നിന്റെ കൊച്ചുമക്കളും ജ്വലിക്കും, അവരുടെ മക്കളും ജ്വലിക്കും. കാരണം ഒരു സീസണൽ ഗ്ലോക്ക്, ഒരു പ്രത്യേക ദിവസങ്ങളുടെ ഒരു ജ്വലനത്തിനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. നിന്റെ തലമുറ ഡ്രഗ്സിനല്ല, നിന്റെ തലമുറ ചാരായത്തിനല്ല, നിന്റെ തലമുറ സൈറ്റനിസത്തിനല്ല. നിന്റെ തലമുറ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും, രാജ്യമായി സുവിശേഷം പ്രസംഗിക്കും. നിന്റെ തലമുറയെ തൊടുവാൻ ദുഷ്ടന് കഴിയത്തില്ല. മാതാവേ, പിതാവേ, അതിന്റെ വില നീ കൊടുത്തു കഴിഞ്ഞു. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിക്കേണ്ടവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. ഗദശമനയ്ക്കായി സ്തോത്രം. യേശു കർത്താവ് ഗദശമനയിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ വലിയ ജനക്കൂട്ടമില്ല. 4 ദിവസങ്ങൾക്ക് മുമ്പ് ഹോശന പാടി അതുവഴി കടന്നുപോയതായ വലിയൊരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു. 10, 30, 35,000 പേർ അന്നുണ്ടായിരുന്നെന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷേ ഗദശമനയിൽ യേശു പ്രവേശിക്കുമ്പോൾ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 3 പേർ മാത്രമാണ് സ്തോത്രം യേശുവിനോട് കൂടെ ഉള്ളത്. അതേ, നല്ല കാലത്തെ ഫാൻസ് കൂടെ ഇരിക്കും, കഷ്ടകാലത്തെ ഫ്രണ്ട്സ് കൂടെ ഇരിക്കും. നിങ്ങൾ മിണ്ടിയില്ല. നല്ല കാലത്തെ ഫാൻസ് കൂടെ ഇരിക്കും, കഷ്ടകാലത്തെ ഫ്രണ്ട്സ് കൂടെ ഇരിക്കും. ഗദശമനയിൽ പീറ്റർ, ജെയിംസ്, ജോൺ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ മാത്രമുണ്ട്. അവർ ആ വാതിക്കലിരുന്നു. രാജാവ് ദൈവത്തിന്റെ പുത്രൻ അതേ ഇതാ 200 മീറ്ററോളം മുന്നിലേക്ക് നടക്കുകയാണ്. ഒരു കല്ലേറോളം ദൂരം, 200 മീറ്റേഴ്സ്, 200 മീറ്റർ മുന്നോട്ട് പോയി അവന്റെ പാദങ്ങൾ വിറയ്ക്കുന്നു. മുഖമടിച്ച് നിലത്ത് വീണ് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാക എന്ന സിംഹഗർജനം അവിടെ നിങ്ങൾക്ക് കേൾപ്പാൻ തക്കവണ്ണം കഴിയത്തില്ല. ലാസറേ പുറത്തു വരിക എന്ന അധികാര ശബ്ദമല്ല അവിടെ കേൾക്കുന്നത്. പകരം എബ്രായർ 2:7 പറയുന്നു, ഉറച്ചം നിലവിളിയോടും കണ്ണുനീരോടും കൂടെ, ഉറച്ചം നിലവിളിയോടും കണ്ണുനീരോടും കൂടെ, ഉറച്ചം നിലവിളിയോടും കണ്ണുനീരോടും കൂടെ യേശു കർത്താവ് എനിക്കും നിനക്കും അതേ ശിഷ്യഗണത്തിന് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യം നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് യേശു കർത്താവാണ്. തനിക്കന്ന് തന്നോട് കൂടെ അന്ന് കൂടെ ഇരിപ്പാൻ തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല കർത്താവ് പ്രാർത്ഥിച്ചത്, ഫ്യൂച്ചറിലേക്ക്, ഭാവിയിലേക്ക് ഉറ്റുനോക്കി. ഓ സ്തോത്രം, തന്നെ വിശ്വസിപ്പാനുള്ള ഫ്യൂച്ചർ ബിലീവേഴ്സിന്, അതേ തുടർന്നുള്ള വർഷങ്ങളിൽ, നൂറ്റാണ്ടുകളിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി കൂടെ യേശു കർത്താവ് പ്രാർത്ഥിച്ചു. നിനക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിച്ചത് നിന്റെ അമ്മയോ അപ്പനോ അതേ ടീച്ചർ, സൺഡേ സ്കൂൾ ടീച്ചറോ പാസ്റ്ററോ ഒന്നും അല്ല. നിനക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിച്ചത് കർത്താവ് യേശു അത്രേ. ഇന്ന് രാത്രിയിലും പിതാവായ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ വലതുവശത്ത് യേശു കർത്താവ് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടിരിക്കുന്നു. അവൻ നിനക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു. പ്രാർത്ഥന ഒരു അധ്വാനമാണ്, അധ്വാനിക്കുന്നവന് വിയർക്കും. എന്നാൽ യേശു കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ വിയർപ്പ് തുള്ളി മാത്രമല്ല പുറത്തേക്ക് വന്നത്, അൺബിയറബിൾ ആഗണി. എന്റെ തിരുവനന്തപുരം മലയാളത്തിന് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയാത്ത, നിന്റെ നിലമ്പൂർ ബുദ്ധിക്ക് എത്തിപ്പിടിപ്പാൻ കഴിയാത്ത, ചിന്തിപ്പാൻ കഴിയാത്ത മാനസികമായ സംഘർഷം യേശുവിന്റെ മേൽ കടന്നു വന്ന്, പറഞ്ഞറിയിപ്പാൻ കഴിയാത്ത മാനസികമായ സംഘർഷം യേശുവിന്റെ മേൽ കടന്നു വന്ന് അവന്റെ ബ്ലഡ് പ്രഷർ ഷൂട്ട് അപ്പ് ചെയ്ത്, ബ്ലഡ് പ്രഷർ വർദ്ധിച്ച്, രക്തധമനികൾ ഉടക്കപ്പെട്ട്, രക്തധമനികളിലൂടെ വിയർപ്പ് വരേണ്ട സ്ഥാനത്ത് രക്തം പുറത്തേക്ക് വന്നു. താങ്ങാൻ കഴിയാത്ത മാനസികമായ വേദനയാൽ യേശു കർത്താവ് ഗദശമനയിൽ പിടഞ്ഞു പ്രാർത്ഥിക്കുന്നു. താങ്ങാൻ കഴിയാത്ത ഒരു ചിത്രകാരന് അതേ ചിത്രരചനയിലൂടെ വരച്ച് കാണിക്കാൻ കഴിയാത്ത, ഏറ്റവും നല്ല നോവലിസ്റ്റിന് എഴുതി പറവാൻ കഴിയാത്ത, ഏറ്റവും നല്ല പ്രാസംഗികന് പറഞ്ഞ് ഫലിപ്പിപ്പാൻ കഴിയാത്ത, താങ്ങാൻ കഴിയാത്ത മാനസികമായ വേദനയിൽ യേശു കർത്താവ് ഇതാ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ വിയർപ്പ് രക്തത്തുള്ളി ആയിത്തീരുകയുണ്ടായി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, വിയർപ്പ് രക്തത്തുള്ളിയായാൽ എന്താ സംഭവിക്കുന്നത്? സ്തോത്രം. അതേ, ഡോക്ടേഴ്സിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മെഡിക്കൽ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നവരോട് ചോദിച്ചു നോക്കുക. അവർ പറയുമ്പോൾ ഒരു മനുഷ്യന്റെ വിയർപ്പ് രക്തമായി തീർന്നാൽ ബ്രെയിൻ ഹെമറേജ് വരാം, തലച്ചോറിലെ ഞരമ്പുകൾ പൊട്ടിത്തകർന്ന് അവർ മരിക്കുവാൻ വലിയ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ അവർക്ക് സ്ട്രോക്ക് കടന്നു വരാം, ഹാർട്ട് അറ്റാക്ക് നിശ്ചയമായി ഉണ്ടാകും. എന്നാൽ 2000 വർഷങ്ങൾക്ക്
ദൈവത്തിന്റെ പുത്രനായ യേശുവിന് ആ ഗതശമനയിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായില്ല. ഇന്ന് രാത്രി ഹാർട്ട് അറ്റാക്കുകളെ ക്യാൻസൽ ചെയ്യുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇന്ന് രാത്രി ബ്രെയിൻ ഹെമറേജുകളെ ക്യാൻസൽ ചെയ്യുന്നു. സ്ട്രോക്ക് നിനക്കുള്ളതല്ല. യേശുവിന് ഗതശമനയിൽ സ്ട്രോക്ക് വന്നില്ല. യേശു കർത്താവിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായില്ല. യേശു കർത്താവിന് ബ്രെയിൻ ഹെമറേജ് ഉണ്ടായില്ല. സ്തോത്രം. അവൻ കരഞ്ഞു എന്നുള്ളത് വാസ്തവം, നിലവിളിച്ചു എന്നുള്ളത് വാസ്തവം, വിയർപ്പ് രക്തമായി എന്നുള്ളത് വാസ്തവം. പക്ഷേ അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. പ്രാർത്ഥിക്കുമ്പോൾ നിലവിളിച്ചു, പ്രാർത്ഥിക്കുമ്പോൾ കരഞ്ഞു, ദൈവത്തിന് മുൻപിൽ നിലവിളിച്ചു, ദൈവത്തിന് മുൻപിൽ കരഞ്ഞു. ദൈവത്തിന് മുൻപിൽ കരയുന്നവൻ മനുഷ്യന്റെ മുൻപിൽ കരയേണ്ട ഗതികേട് ഒരിക്കലും വരികയില്ല. ദൈവത്തിന് മുൻപിൽ കരഞ്ഞു, ദൈവത്തിന് മുൻപിൽ നിലവിളിച്ചു. പടയാളികളുടെ മുൻപിലും സേവകരുടെ മുൻപിലും പിലാത്തോസ് സഹിച്ച അതേ മറ്റു വ്യക്തികളുടെ മുൻപിലും മത നേതാക്കന്മാരുടെ മുൻപിൽ യേശു കരഞ്ഞില്ല. യേശു ചോദിച്ചു, നിങ്ങൾ ആര് തിരയുന്നു? അവർ പറഞ്ഞു, നസ്രേന യേശുവിനെ. മുൾപ്പടർപ്പിൽ വെളിപ്പെട്ട ആ ശബ്ദം ഒരിക്കൽ കൂടെ പ്രതിധ്വനിച്ചു. നിങ്ങൾ ആരെ തിരയുന്നു? നസ്രേന യേശുവിനെ. മോശയോട് ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ അതേ ആ ഗതശമനയുടെ വാതിക്കൽ നിന്ന് പറഞ്ഞു, ഞാനാകുന്നു. നൂറുകണക്കിന് എണ്ണം പൊടിയിലേക്ക് അതേ താഴെ വീണു എന്ന് വേദപുസ്തകം പറയുന്നു. സഹോദരി സഹോദരന്മാരെ, ദൂതിതാണ് യേശു കർത്താവ് ഗതശമനയിൽ നിന്ന് പുറത്തു വന്നു. പ്രസിംഗ് ആൻഡ് ക്രഷിംഗ്, തകർക്കപ്പെടുന്ന ഉടക്കപ്പെടുന്ന അനുഭവത്തിൽ നിന്ന് യേശു ഗതശമനയിൽ നിന്ന് പുറത്തു വന്നു. ഇന്ന് രാത്രി മനസ്സ് തകർന്നിരിക്കുന്നുവോ? നിശബ്ദമായി കണ്ണുനീർ ചാലുകൾ നിന്റെ കവിളിത്തടങ്ങളിലൂടെ ഒഴുകിയിറങ്ങുന്നുവോ? ആരോട് എന്റെ വ്യഥ പറയും? ആരെന്റെ വേദന കേൾക്കും? ആരോട് പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ഞാനും എന്റെ വേദനയും മാത്രമെന്ന് നീ പറയുന്നുവെങ്കിൽ എനിക്കും നിനക്കും മധ്യത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഇമ്മാനുവേൽ പറയുന്നു, കുഞ്ഞേ, നിന്റെ ഗതശമന, നിന്റെ ഒറ്റയ്ക്കുള്ള വിലാപം, നിന്റെ കണ്ണുനീർ എനിക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല, ഗതശമനയിൽ നിന്ന് കർത്താവ് പുറത്തു വന്നു എങ്കിൽ, ഗതശമനയിൽ നിന്ന് നീ പുറത്തു വന്നു എങ്കിൽ, ഇന്ന് രാത്രി യേശുവിന്റെ രക്തം നിന്നെ നോക്കി സംസാരിക്കുന്നു. നിന്റെ വേദനയിൽ നിന്ന് നീയും പുറത്തു വന്നിരിക്കും. നിന്റെ കണ്ണുനീരിൽ നിന്ന് നീയും പുറത്തു വന്നിരിക്കും. വിശ്വസിക്കുന്നവർ ശബ്ദം ഉയർത്തി ദൈവത്തെ ആരാധിക്കും. നിന്റെ കണ്ണുനീരിൽ നിന്ന് നീ പുറത്തു വന്നിരിക്കും. നിന്റെ മുറിവുകളിൽ നിന്ന് നീ പുറത്തു വന്നിരിക്കും. നിന്റെ വെല്ലുവിളികളിൽ നിന്ന് നീ പുറത്തു വന്നിരിക്കും. യേശുവിന്റെ നാമത്തിൽ ആ ദുഃഖത്തിൽ, ആ പ്രശ്നത്തിൽ, ആ വെല്ലുവിളിയിൽ നീ തകർന്നു പോകത്തില്ല. യേശുവിൻ നാമത്തിൽ ശബ്ദമുയർത്തി കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരൊക്കെയോ വ്യക്തിയായി കുടുംബമായി ഗതശമനങ്ങളിൽ നിന്ന് പുറത്തു വരുന്നു. കൈയടിക്കേണ്ടവർ നന്നായി കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ഒന്നാമതായി നിങ്ങൾക്കായി ചൊരിയപ്പെട്ടത് ഗതശമനയിൽ അത്രേ. രണ്ടാമതായി യേശു കർത്താവിന്റെ രക്തം എവിടെയാണ് ചൊരിയപ്പെട്ടത്? യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 1-2 വാക്യങ്ങൾ. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അനന്തരം പീലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ട് അടിപ്പിച്ചു. പടയാളികൾ മുള്ളുകൊണ്ട് ഒരു കിരീടം മടഞ്ഞ് അവന്റെ തലയിൽ വെച്ച് ധൂമ്ര വസ്ത്രം ധരിപ്പിച്ചു. രണ്ടാം സ്ഥലം വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. പടയാളികൾ, റോമൻ പടയാളികൾ യേശു കർത്താവിനെ അറസ്റ്റ് ചെയ്ത് പിലാത്തോസിന്റെ അരമനയിൽ കൊണ്ടുപോയി വാറുകൊണ്ട് അടിപ്പിച്ച് പടയാളികൾ മുള്ളുകൊണ്ട് ഒരു കിരീടം മടഞ്ഞ് അവന്റെ തലയിൽ, യേശുവിന്റെ തലയിൽ ഇതാ വയ്ക്കുകയാണ്. അന്റോണിയോ ഫോർട്രസ് എന്നാണ് ആ കോട്ടയുടെ പേര്. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, അന്റോണിയോ ഫോർട്രസ്. അന്റോണിയോ ഫോർട്രസിലെ സ്തോത്രം അതേ സെമി സർക്കിളിന്റെ ആകൃതിയിലുള്ളതായ ഒരു ഹാള് അന്ന് ഉണ്ടായിരുന്നു. സ്തോത്രം മേൽമൂടിയില്ലാത്ത അതേ സ്തോത്രം ഒരു തുറന്നതായ സ്ഥലം. നൂറുകണക്കിന് കുറ്റവാളികളെ, ദേശദ്രോഹികളെ അവിടെ കൊണ്ടുപോയി 39 പ്രാവശ്യം റോമൻ ശിക്ഷാവിധി, യഹൂദ ശിക്ഷാവിധിയല്ല, റോമൻ ശിക്ഷാവിധി അനുസരിച്ച് സ്തോത്രം അവനെ അടിച്ചു തകർക്കും. അഫ്കോഴ്സ് ആവർത്തനം 25:3 അവണ്ണം പറയുന്നു. 1 അടികൾ. സ്തോത്രം. സോ അങ്ങനെ അവിടെ ഒരു പീഠമുണ്ട്. ഏകദേശം 1 മീറ്ററോളം ഉയരമുള്ളതായ പീഠം. ആ പീഠത്തിൽ ഈ അടിക്കേണ്ടവനെ കൊണ്ടുപോയി റാ എന്ന രൂപത്തിൽ വളച്ചു നിർത്തി. 2 കൈകളെ മുന്നിലേക്ക് കെട്ടി, 2 കാലുകളെ പിന്നിലേക്ക് കെട്ടി വിവസ്ത്രനായി നിർത്തിയിരിക്കുന്നവനെ പൂച്ചവാൽ വടി എന്ന് പേരുള്ളതായ ആ ചാട്ടവാറ കൊണ്ട് അടിക്കും. 39 പ്രാവശ്യം അടിക്കും. ഫ്ലാവിയസ് ജോസീഫസ് എന്ന ചരിത്രകാരൻ പറയുന്നു, ജോസീഫസ് പറയുന്നു, 39 പ്രാവശ്യം അടി കൊണ്ടിട്ട് ഇരിക്കുമ്പോൾ ധാരാളം പേർ മരിച്ചു പോകാൻ
ലഭിക്കാറുണ്ട്. ഇല്ലെങ്കിൽ നിശ്ചയം എല്ലാവരും അബോധാവസ്ഥയിലാകും. ബോധം നഷ്ടപ്പെട്ടവരായി മാത്രമേ ആ കൽത്തളത്തിൽ നിന്ന് എല്ലാവരും പുറത്തു വന്നിട്ടുള്ളൂ. മിക്കവാറും പേർ മരിക്കും, ഇല്ലെങ്കിൽ ബോധം നഷ്ടപ്പെടും. അവിടെ ഇതാ പട്ടാളം എല്ലാം യേശുവിന്റെ നേരെ വന്നു എന്ന് മർക്കോസ് സുവിശേഷകൻ പറയുന്നു. പട്ടാളം എല്ലാം എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് 600ഓളം പടയാളികളാണ് യേശു കർത്താവിന് നേരെ അവിടെ സജ്ജമാക്കിയത്. ശ്രദ്ധിച്ചാട്ടെ, നിങ്ങളുടെ മനസ്സിന്റെ തിയേറ്ററിന്റെ കണ്ണുകൾ തുറന്ന് കാണും. ഒരു വശത്ത് സാമ്രാജ്യത്തിന്റെയും മതത്തിന്റെയും ശക്തി, മറുവശത്ത് പൈശാചിക മണ്ഡലങ്ങൾ ഒരുമിച്ച് ദൈവത്തിന്റെ പുത്രനെ പിച്ച് ചീന്തുവാൻ തകർക്കുവാൻ ഇങ്ങനെ കാത്തിരിക്കുന്നതായ സമയം. സ്തോത്രം. കഴിഞ്ഞ 33.5 വർഷമായി അവർ കാത്തിരുന്നു. കഴിഞ്ഞ 3.5 വർഷം അങ്ങേ അറ്റത്തെ ഏറ്റവും വലിയ തലവേദനയാണ് യവൻ നിമിത്തം സാത്താന്യ മണ്ഡലത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ചർച്ചിൽ വന്നിരുന്ന് ഫോണിൽ കളിക്കുന്ന അല്ലെങ്കിൽ ഉറങ്ങിയിരിക്കുന്ന വിശ്വാസിയേക്കാൾ നരകത്തെ പൊളിക്കുന്ന സ്വർഗത്തെ നിറയ്ക്കുന്ന ദൈവദാസന്മാർക്ക് നേരെ വെല്ലുവിളി കൂടുതലാണ് എന്ന് വിചാരിച്ച് ഞാൻ നിന്നെ പേടിപ്പിക്കുകയല്ല. അഭിഷേകം നുകങ്ങളെ തകർക്കുന്നതാണ്. ഓ ഹമാൻ, നിങ്ങൾ പ്രതിപക്ഷമാണ് ഭരണകക്ഷിയാണ് അല്ല, കരങ്ങളെ ഉയർത്തി വരെ ഹല്ലേലൂയ പറഞ്ഞാട്. അഭിഷേകം നുകങ്ങളെ തകർക്കുന്നതാണ്. സ്തോത്രം. യേശു കർത്താവിനെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവന്റെ വസ്ത്രത്തെ അവർ പറിച്ചു മാറ്റി. ആ പടയാളികൾ യേശുവിന്റെ ശരീരത്തിന്റെ വസ്ത്രം മാറ്റിയപ്പോൾ ആ നഗ്ന ശരീരത്തിൽ, ആ വസ്ത്രം മാറിയ ശരീരത്തിൽ അവർ അതിശയിച്ചു. അയ്യോ, എന്തൊരു സൗന്ദര്യമുള്ള ശരീരമാണ് യേശുവിന്റെ ശരീരം. ഒരിക്കൽ കൂടെ, എന്തൊരു സൗന്ദര്യമുള്ള ശരീരമാണ് യേശുവിന്റെ ശരീരം. ഊട്ടി അടുത്താണ്, ഊട്ടി നിങ്ങളുടെ അടുത്താണ്. ഊട്ടി പോയിട്ടുണ്ടല്ലോ. ഊട്ടിക്ക് ഭയങ്കര ഭംഗിയാണ്. കുറച്ച് താഴെ കൊടൈക്കനാൽ ഭയങ്കര ഭംഗിയാണ്. ഞങ്ങളുടെ കോവളം ബീച്ച് ഭയങ്കര ഭംഗിയാണ്. നല്ല ഇരുട്ടുള്ള ദിവസങ്ങൾ ആകാശത്തിലേക്ക് നോക്ക്, ആകാശത്തിന് പകല ഭയങ്കര ഭംഗിയാണ്. അതേ, താരാ കദംബങ്ങൾക്ക്, വാനത്തിന്, താഴ്വരയ്ക്ക്, മലകൾക്ക്, സമഭൂമിക്ക് ഒക്കെ ഇത്രയും ഭംഗിയുണ്ടെങ്കിൽ, സൃഷ്ടിക്ക് ഇത്രയും ഭംഗിയുണ്ടെങ്കിൽ, സൃഷ്ടികർത്താവിന് എത്ര വലിയ ഭംഗിയായിരിക്കും ഉള്ളത്. വേദപുസ്തകം പറയുന്നു, God altogether beautiful. ദൈവം സർവാംഗ സുന്ദരനത്രേ. ഒരിക്കൽ കൂടെ, ദൈവം സർവാംഗ സുന്ദരനത്രേ. ചാരുള്ളിലെ പനിനീർ പുഷ്പം പോലെ, താഴ്വരയിലെ താമര പൂവിനെ പോലെ സൗന്ദര്യമുള്ളവനായിരുന്നു കർത്താവായ യേശു. സുന്ദരനായ ഒരു കർത്താവിനെ സേവിപ്പാൻ അതേ ദൈവം നമുക്ക് നൽകിയ വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ആ സുന്ദരമായ ആ ശരീരത്തെ എങ്ങനെയാണ് അടിച്ചു തകർക്കുന്നത്? പടയാളികളൊന്ന് മാന്തിച്ചു, എങ്കിലും കൽപ്പന കിടക്കുന്നു ഇവനെ വാറുകൊണ്ട് അടിപ്പിക്കണമെന്ന്. ആ ഉടൻ ബോക്സിൽ അല്ലെങ്കിൽ ആ ഉടൻ സ്റ്റമ്പിൽ യേശുവിനെ റാ എന്ന രൂപത്തിൽ വളച്ചു നിർത്തി കൈകളെ മുന്നിലേക്കും കാലുകളെ പിന്നിലേക്കും സ്തോത്രം കെട്ടിയിട്ട് ഒരു പടയാളി വലതും വേറൊരു പടയാളി ഇടതും നിന്ന് അവരിതാ അടിക്കുവാൻ തുടങ്ങി. തൊക്ക് പൊട്ടി, മാംസം ചിതറി, രക്തധമനികൾ തകർക്കപ്പെട്ടു. തൊക്ക് പൊട്ടി, മാംസം ചിതറി, രക്തധമനികൾ തകർക്കപ്പെട്ടിട്ട് പ്ലാനറ്റോറിയം ഓഫ് പൈലറ്റ് പിലാത്തോസിന്റെ അരമനയിൽ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം ഇതാ ചിതറി വീഴുകയാണ്. എന്നെ കേൾക്കുന്ന നിലമ്പൂരെ, പ്ലാനറ്റോറിയം ഓഫ് പൈലറ്റ് പിലാത്തോസിന്റെ അരമനയിൽ ചിതറപ്പെട്ട യേശുവിന്റെ രക്തം ഇന്ന് രാത്രി നിന്നോട് സംസാരിക്കുന്നു. യേശുവിന്റെ രക്തം ഇന്ന് രാത്രി നിന്നോട് സംസാരിക്കുന്നു. പടയാളികൾ 600 പടയാളികൾ ഉണ്ടായിരുന്നു. അവർ അതിശയിച്ചു. ബാക്കിയുള്ള എല്ലാവരെയും അടിക്കുമ്പോൾ 1/2 കിലോമീറ്റർ അകലെ അവൻ നിലവിളിക്കുന്ന ആർത്തനാദം കേൾക്കും. അതേ 1/2 കിലോമീറ്റർ അകലവേ ഈ അടികൊണ്ട് തകർക്കപ്പെടുന്നവൻ പെടഞ്ഞ് നിലവിളിക്കുന്ന ശബ്ദം കേൾക്കും. പക്ഷെ ഇവനെ നോക്കുമ്പോൾ ഇവൻ നിലവിളിക്കുന്നില്ല കേട്ടോ. ഇവൻ അല്പം പോലും നിലവിളിച്ചില്ല. യെശയ്യാ 53:7 അനുസരിച്ച് രോമം കത്തിരിക്കുന്ന നടുവിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ തുറക്കാതെ മിണ്ടാതിരുന്നു. ഒരിക്കൽ കൂടെ, രോമം കത്തിരിക്കുന്ന നടുവിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ യേശു കർത്താവ് വായ തുറക്കാതെ മിണ്ടാതിരുന്നു. ഇന്ന് രാത്രി ദൂത് ഇതാണ്. നിനക്ക് നേരെ വെല്ലുവിളികൾ ഉയരുമ്പോൾ, നിനക്ക് നേരെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും സഭയിൽ നിന്നും ചിലപ്പോൾ പ്രശ്നങ്ങൾ, പല കൊടുങ്കാറ്റുകൾ ഉയരുമ്പോൾ, അതെ, നിന്റെ എക്സാമ്പിൾ വന്ന പ്രാസംഗിനും പോയ പ്രവാചകനുമല്ല. നിന്റെ എക്സാമ്പിൾ, നിന്റെ മാതൃകാ പുരുഷൻ കർത്താവായ യേശു അത്രേ. അടിക്കപ്പെടുമ്പോൾ, തകർക്കപ്പെടുമ്പോൾ തിരുവചനം പറയുന്നു, കർത്താവ് കാര്യം ന്യായമായി വിധിക്കുന്നവന്റെ കയ്യിൽ കൊടുത്ത് യേശു മിണ്ടാതിരുന്നു. ഇന്ന് രാത്രി നിന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടായിരിക്കാം. നിനക്ക് ചോദ്യചിഹ്നമായി വെല്ലുവിളിക്കുന്ന ഏതൊക്കെ വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അപ്പുറത്തെ പോലീസ് സ്റ്റേഷനും അതിനപ്പുറത്തെ കോടതിയിലുമല്ല നീ കൊടുക്കേണ്ടത്. യഹോവ തിസ്കനു എന്നൊരു ദൈവമുണ്ട്, നീതിയായ ഒരു ദൈവമുണ്ട്. നിനക്ക് നീതി കിട്ടുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നല്ല, കോടതി വരാന്ത
അഗാധതയിൽ നിന്നല്ല, നിനക്ക് നീതി കിട്ടുന്നത് തുറന്ന സ്വർഗത്തിൽ നിന്നാണ്. അതേ ദൈവത്തിന്റെ നീതിയാണ് പെയ്തിറങ്ങുന്ന മഞ്ഞുപോലെ മഴ പോലെ നിന്റെ ജീവിതത്തിൽ വ്യാപരിക്കുന്നത്. അതിനായി നീ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, മുട്ടുമടക്കി കാര്യം ന്യായമായി വിധിക്കുന്നവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ, സ്തോത്രം, എവിടെയാണോ നീ തകർന്നത്, എവിടെയാണോ നീ അവഹേളിക്കപ്പെട്ടത്, എവിടെയാണോ ഉടക്കപ്പെട്ടത്, അവിടെ നിന്നെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. 1 Corinthians 39 അടികൾ അടിച്ച യേശു കർത്താവ് നിലംപരിചായി. സ്തോത്രം, അവൻ നിലവിളിച്ചിട്ടില്ല, നിലംപരിചായി. പക്ഷെ നിലവിളിച്ചിട്ടില്ല, വെച്ച് എഴുന്നേൽക്കുകയാണ്. പടയാളികൾ പരസ്പരം നോക്കി, എടാ ഇവിടെ ഒറ്റയെണ്ണം, സ്തോത്രം, അത് എഴുന്നേറ്റിട്ടില്ല. പക്ഷെ യവൻ എഴുന്നേൽക്കുകയാണ്. ഇന്ന് രാത്രി ദൂതാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ളവർ തോറ്റെടുത്ത നീ എഴുന്നേറ്റ് നിൽക്കാൻ പോകുകയാണ്. മറ്റുള്ളവർ ലജ്ജിച്ചെടുത്ത നീ തല ഉയർത്തുവാൻ വേണ്ടി പോകുകയാണ്. മറ്റുള്ളവർ തകർന്നെടുത്ത നീ പണിയപ്പെടുവാൻ വേണ്ടി പോകുകയാണ്. മറ്റുള്ളവർ വേല സ്ഥലങ്ങളിൽ ഉടഞ്ഞെടുത്ത് ദൈവകൃപയാൽ ചർച്ചും ബ്രാഞ്ച് ചർച്ചും ദൈവകൃപയാൽ നീ ഉണ്ടാക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ശക്തിയോടെ ആത്മാവിൽ ആരാധിച്ചിരുന്നാട്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാൻ ആത്മാവിൽ കാണുന്നു തന്റെ തരിശു ഭൂമികൾ 2026 തന്റെ തരിശു ഭൂമികളിൽ ചില പ്രത്യേക കൊയ്ത്തിന്റെ മണ്ഡലങ്ങൾ ദൈവമായ കർത്താവ് കൽപ്പിക്കുകയാണ്. വിശ്വസിക്കുന്നവർ, പിന്നിലിരിക്കുന്ന VIP ഉൾപ്പെടെയുള്ളവർ ശബ്ദമുയർത്തി കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിച്ചേ. യെസ്, ഹല്ലേലൂയ. ഇവിടെ ആരും എഴുന്നേറ്റില്ല, പക്ഷേ യേശു എഴുന്നേൽക്കുകയാണ്. പടയാളികൾക്ക് ദേഷ്യം തോന്നി. ദേഷ്യം തോന്നിയിട്ട് പിലാ ക്രിസ്റ്റി എന്ന പിന്നത്തേതിൽ വിളിച്ചതായ വിഷം ഉള്ളുകൊണ്ട് അവർ മുൾക്കിരീടം ഉണ്ടാക്കി അവന്റെ തലയിൽ വെച്ച് ഒരു തടി കഷ്ണം കൊണ്ട് അടിച്ച് ഇറക്കി. ഒരു കണ്ണിന്റെ കാഴ്ച പോകത്തക്ക നിലയിൽ, സ്തോത്രം, ആ ഒരു മുള്ള് അവന്റെ കണ്ണിലൂടെ കയറി ഇറങ്ങി എന്ന് ട്രഡിഷൻ, പാരമ്പര്യം പറയുന്നു. ഒരു കണ്ണിന്റെ കാഴ്ച പോയി. തലയിൽ മുൾക്കിരീടമാണ്. മുൾക്കിരീടത്തിന് താഴെ 100 കണക്കിന് മുറിവുകളുണ്ട്. ചില മാനുസ്ക്രിപ്റ്റുകൾ ഞാൻ കണ്ടു. അതേ, സ്തോത്രം, അവന്റെ ഒരു ചെവി നഷ്ടപ്പെട്ടു, 2 ചുണ്ടുകൾ നഷ്ടപ്പെട്ടു, മൂക്കിന്റെ ഈ സോഫ്റ്റ് പാർട്ട്, ഈ മാർദ്ദവ ഭാഗം, കാർട്ടിലേജ്, അത് നഷ്ടപ്പെട്ടു. സ്വന്തം അമ്മയ്ക്ക് പോലും എന്റെ മകനെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ക്രമത്തിൽ യേശു കർത്താവ് തകർക്കപ്പെട്ടു. അർത്ഥം, നീ തകരത്തില്ല. ഒരിക്കൽ കൂടെ, നീ തകരത്തില്ല, നീ പൊളിയത്തില്ല. നീ പൊളിയണമായിരുന്നെങ്കിൽ, തകരണമായിരുന്നെങ്കിൽ പണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇമ്മാനുവേലിന്റെ ചിറകിൻ കീഴിൽ നീ വന്നെങ്കിൽ ഇന്ന് നിനക്ക് തകരേണ്ട കാലമല്ല. ദൈവം നിന്നെ പണിയുന്ന ദിവസങ്ങളാണ്. ദൈവം നിന്നെ പണിയും, നിന്റെ തലമുറയെ പണിയും. സ്തോത്രം, തകർന്നവനായ കർത്താവ്, ഇതാ ഉടഞ്ഞവനായ കർത്താവ് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്തോത്രം, അതേ, അവനെ കണ്ടിട്ട് ആർക്കും മനസ്സിലായില്ല, കാരണം അത്രയ്ക്ക് തകർന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് പീലാത്തോസ് പറയുന്നത്, ബിഹോൾഡ് ദാറ്റ് മാൻ, ആ മനുഷ്യൻ ഇതാ. പക്ഷെ അപ്പോഴും അവൻ വായ തുറക്കാതെ കർത്താവ് യേശു ക്രിസ്തു മിണ്ടാതിരുന്നു. അതാണ് കീ പോയിന്റ്. മനസ്സിലാക്കണം, ഇന്ന് രാത്രി യേശുവിന്റെ രക്തം നിന്നെ നോക്കി സംസാരിക്കുന്നതാണ്. നിനക്കെതിരെ ഗൂഢാലോചന നടത്തുന്നവരുണ്ട്, നിനക്ക് നേരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്, നിന്നെ നേരെ വെല്ലുവിളിക്കുന്നവരുണ്ട്, നിനക്കെതിരെ സംസാരിക്കുന്നവരുണ്ട്. പക്ഷേ പകയ്ക്കുന്നവനെ മിണ്ടാതാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി, പകയ്ക്കുന്നവനെ മിണ്ടാതാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിന്നെ തേടി ദൈവകൃപയാൽ കടന്നു വരികയാണ്. ഈ ദൂത് പറഞ്ഞിട്ട് ഞാൻ പോകും, പക്ഷെ ഈ ദൂത് നിന്നെ വിട്ടു പോകത്തില്ല. 2026 ഹല്ലേലൂയ, ദൈവത്തിന്റെ നീതിയുടെ കൊടി ദൈവകൃപയാൽ ദൈവം നിന്റെ ജീവിതത്തിൽ, സ്തോത്രം, ഉയർത്തപ്പെടും. അന്ന് കർത്താവ് മിണ്ടാതിരുന്നു. പക്ഷേ ആ സൈലൻസ് ഒരിക്കലും പരാജയം അല്ല. ആ സൈലൻസ് പരാജയമല്ല. സ്തോത്രം, 2000 വർഷങ്ങൾക്ക് മുമ്പ് അടിക്കപ്പെട്ടവൻ, തകർക്കപ്പെട്ടവൻ, മുൾക്കിരീടം ഏറ്റെടുത്തവൻ, അന്നവൻ മിണ്ടാതിരുന്നു. പക്ഷേ സ്തോത്രം, അതേ സ്ഥലത്ത് തന്നെ കർത്താവ് വീണ്ടും വരുന്നുണ്ട്. അതേ സ്ഥലത്ത്, അതേ യെരൂശലേമിൽ യേശു കർത്താവ് വീണ്ടും വരുന്നു. സ്തോത്രം, പറഞ്ഞാലും ശരി, ഇല്ലെങ്കിലും ശരി, ഇന്ന് രാത്രി നിന്നെ നോക്കി ഞാൻ പ്രവചിക്കട്ടെ. എവിടെയാണോ നിന്നെ കരയിപ്പിച്ചത്, എവിടെയാണോ നിന്നെ നാണം കെടുത്തിയത്, എവിടെയാണോ നിനക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, എവിടെയാണോ അപവാദം നീ കേട്ടത്, എവിടെയാണോ നിനക്കെതിരെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉണ്ടായത്, അതേ സ്ഥലത്ത് ദൈവം നിന്നെ മാനിക്കുവാൻ പോകുന്നു. ശത്രുക്കളെ മുൻപിൽ ഞാൻ നിന്റെ ശവപ്പെട്ടി വെക്കും എന്നല്ല നസ്രയത്തിന് ആശാരി പറഞ്ഞത്. ശത്രുക്കളെ മുൻപിൽ ഞാൻ വേഷ പണിയും. ശത്രുക്കളെ മുൻപിൽ അവൻ നിനക്ക് വേണ്ടി മേശ പണിയുന്നവനാണ് നസ്രയത്തിന് ആശാരി. ഈ ക്രൗഡിന്റെ നടുകയും കുറുകയും ഇന്ന് രാത്രി നടന്നുകൊണ്ട് ഇരിക്കുന്നു. എവിടെ നീ കരഞ്ഞുവോ, എവിടെ നീ അവഹേളിക്കപ്പെട്ടുവോ, എവിടെ നീ അപവാദം കേട്ടുവോ,
എവിടെയാണോ മനുഷ്യൻ കൂടെ നിന്ന് കുതികാൽ വെട്ടി തകർത്തത്, ചതിച്ചത്, ആ ചതിയന്മാരുടെ നടുവിൽ, ആ പ്രശ്നമുണ്ടാക്കുന്നവരുടെ നടുവിൽ, നിന്നെ മനസ്സിലാക്കാത്ത ജനത്തിന്റെ നടുവിൽ ദൈവം നിന്നെ മാനിക്കുവാൻ പോകുന്നു. കാരണം കർത്താവിനോട് മടങ്ങി വരവുണ്ട്. ദൈവദാസന്മാരെ എന്ന് എനിക്കൊരു മടങ്ങി വരവുണ്ട്. ദൈവദാസിമാരെ, സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, എവിടെ തകർക്കപ്പെട്ടോ അവിടെ അവൻ മടങ്ങി വരുന്നു. അവിടെ നിനക്കൊരു മടങ്ങി വരവുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ കുഞ്ഞാടായിട്ടാണ് അവൻ വന്നത്. പക്ഷെ പിന്നത്തേതിൽ അവൻ വരുന്നത് യഹൂദാ ഗോത്രത്തിലെ സിംഹമായിട്ടാണ് അവൻ വരാൻ പോകുന്നത്. അന്ന് വന്നത്, സ്തോത്രം, അന്ന് വന്നത് അത് കഴുതക്കുട്ടികളുടെ പുറത്താണ്. പക്ഷെ ഇനി വരുന്നത് സ്വർഗീയമായ വെളുത്ത കുതിരക്കുട്ടി പുറത്താണ് വരാൻ പോകുന്നത്. അന്ന് വന്നപ്പോൾ അതെ ആട്ടിൻവാതിലൂടെയാണ് യെരൂശലേമിലേക്ക് പ്രവേശിച്ചത്. കാരണം ദേവാലയത്തിൽ യാഗത്തിന് കൊണ്ടുപോകുന്ന സകല മൃഗങ്ങളും പ്രവേശിക്കുന്നത് ആട്ടിൻവാതിലൂടെയായിരുന്നു. ഭാരമായി യാഗമാകുന്ന കർത്താവ് യേശു ക്രിസ്തു ആട്ടിൻവാതിലൂടെയാണ് യെരൂശലേം പട്ടണത്തിലേക്ക് പ്രവേശിച്ചത്. എന്നാൽ ഇനി അവൻ വരുമ്പോൾ ആട്ടിൻവാതിലൂടെയോ പഴയ വാതിലൂടെയോ അല്ല. പകരം ഇനി വരുമ്പോൾ അവൻ കിഴക്കേ വാതിലൂടെ, നൂറ്റാണ്ടുകളായി അടഞ്ഞു കിടക്കുന്ന കിഴക്കേ വാതിലൂടെ രാജാതി രാജാവായി പ്രവേശിപ്പാൻ വേണ്ടി പോകുന്നു. അന്ന് വന്നത് പാപികൾക്ക് വേണ്ടിയാണ്. എന്നാൽ ഇനി വരുന്നത് പാപം ഇല്ലാത്തവരെ ചേർപ്പാൻ കർത്താവ് യേശു കടന്നു വരുന്നു. അന്ന് വന്നപ്പോൾ ഒരു മുൾക്കിരീടം ഉണ്ടായിരുന്നു. എന്നാൽ ഇനി പൊൻകിരീടം, പൊൻകിരീടങ്ങൾക്ക് മീതെ പൊൻകിരീടം, പൊൻകിരീടങ്ങൾക്ക് മീതെ പൊൻകിരീടമായി രാജാതി രാജാവായി യേശു കർത്താവ് വേഗം വരുവാൻ പോകുന്നു. അന്ന് വന്നപ്പോൾ ക്രൂശിൽ കിടക്കുവാൻ വന്നു. എന്നാൽ ഇനി വരുമ്പോൾ തന്റെ പിതാവാം ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ യേശു കർത്താവ് മടങ്ങി വരുവാൻ പോകുന്നു. സന്തോഷമുള്ളവരെ കരങ്ങൾ ഉയർത്തി 30 സെക്കൻഡ് അതേ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ മഹത്വപ്പെടുത്തിക്കേ. ഞാൻ മനസ്സിലാക്കുന്നു, ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചുങ്കത്തറയിലെ തെക്ക്, കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ് ദുരാത്മ മണ്ഡലങ്ങൾ വിറച്ചിട്ടിരിക്കുകയാണ്. ഈ മീറ്റിംഗ് വിജയമാണ്. ഈ മീറ്റിംഗ് വിജയമാണ്. ചില മന്ത്രവാദ പുരകളിൽ ഇനിമേൽ ആ അന്ധകാര ശക്തി അവിടെ കാണത്തില്ല കേട്ടോ. മന്ത്രവാദിക്ക് പണി നഷ്ടപ്പെടുന്ന ഒരു വിടുതലിന്റെ രാത്രിയാണിത്. കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ച്, അത് പ്രാസിംഗിന്റെ ഗ്ലാമർ കൊണ്ടല്ല. because there is power in the blood of Jesus. യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. Come on, ശബ്ദമുയർത്തി കരങ്ങളെ അടിച്ച് നിന്റെ പിന്മാറ്റം പോകട്ടെ. നിന്നെ തടിപ്പിക്കുന്ന ദുരാത്മാവ് വിട്ടു പോകട്ടെ. നഷ്ടപ്പെട്ട അന്യഭാഷ മടങ്ങി വരട്ടെ. നിന്റെ ചർച്ച് പൊളിറ്റിക്സിന്റെയും തന്ത്രത്തിന്റെയും ഭൂതം മാറിപ്പോകട്ടെ. കരങ്ങളെ അടിച്ച് ശബ്ദമുയർത്തി ജനം ദൈവത്തെ സ്തുതിക്കുക. എവിടെയാണോ യേശു കർത്താവ് തകർന്നത്, എവിടെയാണോ കർത്താവ് ഉടഞ്ഞത്, എവിടെയാണോ അവൻ കരഞ്ഞത്, എവിടെയാണോ 600 പടയാളികൾ മാറി തുപ്പി നാറ്റിയത്, എവിടെയാണോ മുൾക്കിരീടം മെടഞ്ഞത്, എവിടെയാണോ ചാട്ടവാർ എടുത്ത് അവനെ അടിച്ച് തകർത്തത്, എവിടെയാണോ നിരമ്പരിയാക്കാൻ നോക്കിയത്, സ്തോത്രം, അതേ സ്ഥലത്ത്, അതേ യെരൂശലേമിൽ യേശു കർത്താവ് ഒരു തിരിച്ചുവരവുണ്ട്. നിനക്കൊരു തിരിച്ചുവരവുണ്ട്. 2026 മഹാപ്രതിഫലത്തിന്റെ വർഷമാണ്. നിനക്ക് വലിയൊരു തിരിച്ചുവരവുണ്ട്. നിനക്ക് വലിയൊരു തിരിച്ചുവരവുണ്ട്. യേശു കർത്താവ് മടങ്ങി വരുമ്പോൾ ഏത് പുസ്തകം പറയുന്നു? അതേ പട്ടണം യെരൂശലേം അവന്റെ ക്യാപിറ്റൽ പട്ടണമാണ്. യേശു കർത്താവിന്റെ തലസ്ഥാന നഗരിയാണ് ഈ യെരൂശലേം. അതുകൊണ്ടാണ് സ്തോത്രം യെരൂശലേമിന് ഇത്രയും ഡിമാൻഡ് ഉള്ളത്. നിലമ്പൂർ കേൾക്കണം. നിങ്ങൾ ആരാണെങ്കിലും ഏത് മതസ്ഥരാണെങ്കിലും സ്തോത്രം, ദാവീദ് രാജാവ് പറഞ്ഞു, അതേ if I am forgetting Jerusalem, let me forget my right hand. അതേ, ഞാൻ യെരൂശലേമിനെ മറക്കുന്നുവെങ്കിൽ എന്റെ വലത് കൈ ഞാൻ മറന്നു പോകട്ടെ. അതേ, വലത് കൈ ഇല്ല എങ്കിൽ ദാവീദിന് ഒരിക്കലും അതേ കിന്നരം വായിക്കാൻ കഴിയത്തില്ല. വലത് കൈ ഇല്ലാത്ത ദാവീദിന് ഒരിക്കലും യുദ്ധം ചെയ്യാൻ കഴിയത്തില്ല. അർത്ഥം, സ്തോത്രം, ഒരിക്കലും യെരൂശലേമിനെ വിട്ടുകൊടുക്കുവാൻ കഴിയത്തില്ല. യെരൂശലേം ദാവീദിന്റെ ക്യാപിറ്റൽ ആയിരുന്നു. യെരൂശലേം രാജാതി രാജാവായ യേശു കർത്താവിന്റെ തലസ്ഥാന നഗരിയത്രേ. ദാവീദിന്റെ സിംഹാസനത്തിൽ യഹൂദാ ഗോത്രത്തിലെ സിംഹം അതേ ഇരുന്ന് 1000 ആണ്ട് ഈ ലോകത്തെ ഭരിക്കുവാൻ പോകുന്നു.
1000 ആണ്ട് ഈ ലോകത്തെ ഭരിപ്പാൻ യേശു കർത്താവ് മടങ്ങി വരുന്നു. യെരൂശലേം അവന്റെ ക്യാപിറ്റൽ ആണ്. അത് യുണൈറ്റഡ് നേഷൻ അല്ല അവന് പതിച്ചു കൊടുത്തത്, അത് ഡൊണാൾഡ് ട്രംപ് അല്ല കൊടുത്തത്. സ്തോത്രം. അത് മറ്റേതെങ്കിലും പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ അല്ല കൊടുത്തത്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബിന്റെ ദൈവം വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായവൻ കൊടുത്തതാണ്. എവിടെയെങ്കിലും അല്ല നീ ഭരിക്കേണ്ടത്, നീ യെരൂശലേം കേന്ദ്രമാക്കിയാണ് ഭരിക്കേണ്ടത്. അതുകൊണ്ട് ഇന്ന് രാത്രി തേജസ്സിന്റെ സുവിശേഷം കേൾക്ക്. യേശുവിന്റെ തലസ്ഥാനം മഡഗാസ്കർ അല്ല, മാഞ്ചസ്റ്റർ അല്ല, മൻഹാട്ടൻ അല്ല. യേശു കർത്താവിന്റെ തലസ്ഥാനം യെരൂശലേം അത്രേ. ദൂത് എവിടെ കരഞ്ഞുവോ, എവിടെ ഉടഞ്ഞുവോ, എവിടെ വേദനിച്ചുവോ, എവിടെ പടഞ്ഞുവോ, അവിടെ തന്നെ അവിടെ തന്നെ അവിടെ തന്നെ അവിടെ തന്നെ ദൈവം നിന്നെ മാനിക്കുവാൻ പോകുന്നു. ആരേലും കരങ്ങളെ അടിച്ച ദൈവത്തെ സ്തുതിക്കുമെന്ന് ഞാൻ ചുമ്മാ വിചാരിച്ചു. Come on, hallelujah. എവിടെ ഉടഞ്ഞോ, എവിടെ അവഹേളിക്കപ്പെട്ടോ, ഓർത്തോ, സ്തോത്രം, അവിടെ തന്നെ ദൈവം നിന്നെ മാനിക്കുവാൻ പോകുന്നു. You are going to be always in the winning side. നീ ജയിച്ചവരുടെ കൂട്ടത്തിലാണ് സഹോദരനെ, സഹോദരിയെ. ഞാൻ ആവർത്തിക്കുന്നു, ദൈവത്തിന്റെ ദാസനെ നിനക്ക് തോക്കാൻ കഴിയത്തില്ല. കാരണം ദൈവം നിന്റെ കൂടെയുണ്ട്. കാരണം ഈ പുസ്തകം ജയത്തിന്റെ പുസ്തകമാണ്. ഈ വിശുദ്ധ പുസ്തകം ഉണ്ടല്ലോ, ഇത് ജയത്തിന്റെ പുസ്തകമാണ്. അതേ, അങ്ങേ തലയ്ക്കൽ വലിയൊരു വെള്ളപ്പൊക്കം പൊങ്ങുന്നെങ്കിൽ പേയമാകട്ടെ, നീ പാപത്തെ ജയിക്കും, നീ ലോകത്തെ ജയിക്കും, സാത്താന്യ പോരുകളെ ജയിക്കും, മാനുഷിക കുതന്ത്രങ്ങളെ ജയിക്കും. In the name of Jesus, get ready, get ready, get ready. ഈ മൈക്കുമായി ഈ ഗ്രൗണ്ടിൽ നടന്ന് എനിക്ക് പ്രവചിക്കാൻ തോന്നുന്നു, ഒരത്ഭുതം കൂടെ നീ കാണുവാൻ പോകുകയാണ്. ഒരത്ഭുതം കൂടി നീ കാണുവാൻ പോകുകയാണ്. ഒരിക്കൽ കൂടെ ഒരത്ഭുതം കൂടെ നീ കാണുവാൻ പോകുകയാണ്. നീ അത്ഭുതങ്ങളെ വായിച്ചിട്ടുണ്ടായിരിക്കും, അത്ഭുതങ്ങളെ കൂടെ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഈ ജനുവരി മാസം ഇന്ന് എത്ര മക്കളെ തീയതി? ജനുവരി മാസം 17-ാം തീയതി ഇന്ത്യൻ ടൈം 8:33 പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി പ്രവചിക്കുന്നു. ഒരുങ്ങിക്കോ, ഒരുങ്ങിക്കോ, ഒരത്ഭുതം അനുഭവിപ്പാൻ ഒരുങ്ങിക്കോ. യേശുവിന്റെ നാമത്തിൽ എവിടെ നീ പൊളിഞ്ഞു എന്ന് പറയുന്നുവോ, എവിടെ നീ തീർന്നെന്ന് പറയുന്നുവോ, എവിടെ അവഹേളിക്കപ്പെട്ടെന്ന് പറയുന്നു, ആ അവരുടെ നടുവിൽ തന്നെ പകയ്ക്കുന്നവന്റെ വായമിണ്ടാതാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി പ്രത്യക്ഷമായി വെളിപ്പെടുവാൻ പോകുന്നു. ഓ, നിലമ്പൂരിലെ ദൈവജനം ആരാധിക്കുന്നവരാണോ? കമാൻ, ആരാധന ഉയരട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം. കിട്ടത്തില്ല. കരങ്ങൾ അടിച്ച് സ്വർഗീയ ഭാഷ പറയുന്ന ഒരുവനെ കെട്ടുവാൻ ഒരു അന്ധകാര ശക്തിക്ക് കഴിയത്തില്ല. കുഞ്ഞുങ്ങളെ നോക്കി യേശുവിന്റെ രക്തം പറയുന്ന, വാഹനത്തെ തൊട്ട് യേശുവിന്റെ രക്തം പറയുന്ന, വീടിനകവും പുറവും യേശുവിന്റെ രക്തം പറഞ്ഞു നടക്കുന്ന, അതേ പ്രോപ്പർട്ടിക്ക് ചുറ്റും യേശുവിന്റെ രക്തം പറഞ്ഞു നടക്കുന്ന ഒരുവനെ തൊടുവാൻ ഒരു മന്ത്രതന്ത്രങ്ങൾക്ക് ഒരിക്കലും കഴിയത്തില്ല. ഇന്ന് രാത്രി തീ പരിശുദ്ധാത്മാവിന്റെ തീ ഈ രാത്രി എരിയുന്നു. ദുഷ്ടബന്ധനങ്ങൾ എരിഞ്ഞു മാറട്ടെ. ക്ഷുദ്രം കൊണ്ടുവന്ന, മന്ത്രം കൊണ്ടുവന്ന രോഗങ്ങൾ വിട്ടുപോകുന്നതായി ദൈവാത്മാവ് പറയുന്നു. രാത്രി ക്ഷുദ്ര പ്രയോഗം കൊണ്ടുവന്ന രോഗങ്ങൾ വിട്ടുപോകുന്നു. ക്ഷുദ്രം കൊണ്ടുവന്ന രോഗങ്ങൾ ഇളകി മാറട്ടെ. ദുരാത്മാവ് കൊണ്ടുവന്നതായ സകല രോഗങ്ങളെ എടുത്ത് സകല അന്ധകാര ശക്തിയെ യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോയി. യേശുവിന്റെ നാമത്തിൽ വിടുതൽ, 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 വിടുതൽ. കമാൻ, കമാൻ, കമാൻ. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക്. ദൈവം തന്നെ നിറയ്ക്കട്ടെ, ദൈവം തന്നെ നിറയ്ക്കട്ടെ, ദൈവം തന്നെ നിറയ്ക്കട്ടെ, ദൈവം തന്നെ നിറയ്ക്കട്ടെ. ഗതശമനികൾ ചൊരിഞ്ഞതായ യേശുവിന്റെ രക്തം. നമ്പർ 2, രണ്ടാമത് ഗബദ എന്ന കൽത്തലത്തിൽ ചൊരിഞ്ഞതായ യേശുവിന്റെ രക്തം. ഗതശമനികൾ ചൊരിയപ്പെട്ടതായ യേശുവിന്റെ രക്തം. ഗബദ എന്ന കൽത്തലത്തിൽ ചൊരിയപ്പെട്ടതായ യേശുവിന്റെ രക്തം. മൂന്നാമത്തെ സ്ഥലം വേദപുസ്തകം പറയുന്നു, യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 17-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, യോഹന്നാൻ 19:17 വായിക്കുമ്പോൾ, അവൻ യേശുവിനെ കൈയേറ്റു. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്നു പേരുള്ള തലയോടിനം എന്ന സ്ഥലത്തേക്ക് പോയി. യേശു തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് ഇതാ ഗോൽഗോഥ എന്നറിയപ്പെടുന്ന തലയോടിനം എന്ന സ്ഥലത്തേക്ക് പോകുകയാണ്. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു പേരാണ്, സ്തോത്രം, ഗോൽഗോഥ അഥവാ തലയോടിനം എന്ന പേര്. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ 7-ാം താഴ്വരയിൽ ഇതാ, സ്തോത്രം, ഒരു ചെറുക്കനും ഒരു മല്ലനും തമ്മിൽ
ബുദ്ധിമുട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ദൈവം രഹസ്യത്തിൽ ട്രെയിൻ ചെയ്ത ഒരു ഇടയ ചെറുക്കൻ. ഓ കമോൺ, നിങ്ങൾ മിണ്ടുന്നില്ല. ദൈവം നിന്നെയും എന്നെയും ട്രെയിൻ ചെയ്യുന്നത് പരസ്യത്തിലല്ല, രഹസ്യത്തിലാണ്. മലബാറിന്റെ ഉണർവിന് വേണ്ടി രഹസ്യത്തിൽ ചിലതിനെ ദൈവം ശക്തമായി ട്രെയിൻ ചെയ്തിട്ടിരിക്കുന്നു. മലബാറിൽ വലിയ ചർച്ച് ഗ്രോത്ത് ഉണ്ട്. 10,000 രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ വരുന്നത് ഈ തലമുറയിൽ കാണാൻ പോവാ. ഈ അപ്പച്ചന്മാരുടെ കണ്ണുനീരിനും വിയർപ്പിലും നിന്നിട്ട് ഇന്ന് രാത്രി ആ ദൂത് ഞാൻ കൈമാറുന്നത്. ആ കണ്ണുനീരും ആ വിയർപ്പും ഒരിക്കലും വൃഥാവല്ല. In Jesus name. Hallelujah, hallelujah. രഹസ്യത്തിൽ പലതിനെ ദൈവം ട്രെയിൻ ചെയ്യുന്നു. ദാവീദിനെ ദൈവം രഹസ്യത്തിൽ ട്രെയിൻ ചെയ്തു. പരസ്യത്തിൽ ഏലാത്താഴ്വരെ കൊണ്ടുവന്ന് നിർത്തി. കല്ല് മുന്നോട്ട് പോയി. പക്ഷേ സ്തോത്രം, മല്ലൻ വീണത് പിന്നോട്ടല്ല, മുന്നോട്ടാണ് വീണത്. മല്ലന്റെ സ്തോത്രം അതേ ആയുധം കൊണ്ട് തന്നെ, ആ മല്ലന്റെ വാൾ കൊണ്ട് തന്നെ ഗോലിയാത്തിന്റെ തലയെ, മല്ലന്റെ തലയെ വെട്ടിയെടുത്തിട്ട് ദാവീദ് പോയത് വേദപുസ്തകം പറയുന്നു തലയോടിനം എന്ന സ്ഥലത്തേക്ക് പോയി. അഥവാ സ്തോത്രം ഗോൽഗോഥയിലേക്ക് പോയി. തലയെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് എവിടെയെന്ന് സ്തോത്രം ദാവീദന് അറിയാമെന്നുള്ളത് കൊണ്ട് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ സ്തോത്രം അതേ തലയോടിനം ഗോൽഗോഥ എന്ന സ്ഥലത്തേക്കാണ് പോയത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദാവീദ് മല്ലന്റെ തലയും കൊണ്ട് ഗോൽഗോഥയിലേക്ക് പോയെങ്കിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ദാവീദ് പുത്രൻ ക്രൂശും കൊണ്ട് സാത്താന്റെ തലയെ തകർക്കാൻ അതേ ഗോൽഗോഥയിലേക്ക് പോകുകയാണ്. ഗോൽഗോഥയിലേക്ക് പോകുകയാണ്. മുറിവേറ്റു മക്കളെ, മുറിവേറ്റു. സഹോദരനെ മുറിവുണ്ട്, പക്ഷെ തോറ്റിട്ടില്ല കേട്ടോ, തോറ്റിട്ടില്ല. മുറിവേറ്റു, എനിക്കും നിനക്കും മുറിവുണ്ട്. പക്ഷെ നീ തോറ്റവനല്ല, നീ ജയിച്ചവനാണ്. നീ wounded soldier ആണെങ്കിലും നീ വിക്ടോറിയസ് വാരിയർ ആണ്. Come on, hallelujah. യേശു കർത്താവിന്റെ തകർന്ന ശരീരത്തിൽ നിന്ന് ഇതാ സ്തോത്രം ക്രൂശുമായി പോകുമ്പോൾ യെരൂശലേം തെരുവിൽ വീണതായ രക്തം നിന്നോട് സംസാരിക്കുന്നു. The third place, the way of the cross. ക്രൂശുമായി യേശു കർത്താവ് പോകുകയാണ്. പ്ലാനറ്റോറിയം ഓഫ് പൈലറ്റ് പീലാത്തോസിന്റെ അരമന തുടങ്ങി ഗോൽഗോഥ വരെയുള്ളതായ സ്ഥലത്തിന്റെ ഡിസ്റ്റൻസ് 1 കിലോമീറ്ററും 200 മീറ്ററുമാണ്. ഞാൻ ആവർത്തിക്കുന്നു, 1 കിലോമീറ്ററും 200 മീറ്ററുമാണ് പീലാത്തോസിന്റെ അരമന മുതൽ ഗോൽഗോഥ വരെ ഉള്ളതായ സ്ഥലം. ആർക്കോ വേണ്ടിയല്ല, കത്തോലിക്കന് വേണ്ടിയോ ഓർത്തഡോക്സിന് വേണ്ടിയോ അതേ മാർത്തോമയ്ക്ക് വേണ്ടിയോ ഏതോ പെന്തിക്കോസ് ഗ്രൂപ്പിന് വേണ്ടിയല്ല. നിനക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി യേശു കർത്താവ് പച്ച പൈൻ മരത്തിലുള്ളതായ ക്രൂശും ചുമന്നുകൊണ്ട് മുന്നിലേക്ക് പോകുന്നു. പഴയ വാതിലൂടെ കർത്താവ് യെരൂശലേമിൽ പട്ടണത്തിൽ നിന്ന് പുറത്തിറങ്ങി. എന്തുകൊണ്ട് പഴയ വാതിൽ സെലക്ട് ചെയ്തു? പഴയ വാതിലൂടെ പുറത്തിറങ്ങിയത് പുതിയ നിയമം ആരംഭിക്കാൻ വേണ്ടിയാണ്. കർത്താവ് യേശു ക്രിസ്തു സ്തോത്രം 1 കിലോമീറ്ററും 200 മീറ്ററും ആ തെരുവിലൂടെ നടന്നപ്പോൾ വീണും എഴുന്നേറ്റും യേശു കർത്താവ് ക്രൂശുമായി ഇതാ മുന്നിലേക്ക് പോകുകയാണ്. അപ്പോൾ ഡ്രോപ്പ് ആയി തുള്ളിയായി ആ ക്രൂശിന്റെ വഴിയിൽ ഇതാ രക്തം സ്തോത്രം വീഴുന്നു. യെരൂശലേമിന്റെ തെരുവിൽ വീണതായ ആ രക്തം ഇന്ന് രാത്രി നിന്നോട് സംസാരിക്കുന്നു. വേദപുസ്തകവും എടുത്ത് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സേവിപ്പാൻ, ദൈവത്തിന്റെ ശുശ്രൂഷയുമായി ദൈവകൃപയാൽ ഓടുന്ന ദൈവവേദനയെ കേൾക്ക്. ഇത് ക്രൂശിന്റെ വഴിയാണ്. ഇത് സുഖിയന്മാരുടെ വഴിയല്ല, ഇത് പണമുണ്ടാക്കേണ്ട വഴിയല്ല, ഇത് കസേരക്കളിയുടെ വഴിയല്ല, ഇത് പേരിനും സ്ഥാനത്തിനുമുള്ള വഴിയല്ല, ഇത് മറ്റെന്തിനുമുള്ള വഴിയല്ല. പകരം ഇത് വേ ഓഫ് ക്രോസ്, ഇത് ക്രൂശിന്റെ വഴിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. വീണും എഴുന്നേറ്റും കർത്താവ് യേശു ക്രിസ്തു മുന്നിലേക്ക് കടന്നു പോകുമ്പോൾ ചരിത്രം പറയുന്നു, വേദപുസ്തകത്തിന്റെ ഒരു ഭാഗവും പറയുന്നു, ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ ആ ക്രൂശ് ടോട്ടലി യേശുവിന്റെ മേൽ വീഴുകയുണ്ടായി. ആ ക്രൂശ് ടോട്ടലി യേശു കർത്താവിന്റെ മേലെ വീണപ്പോൾ ജനം പറഞ്ഞു, ഇനി അവൻ പൊങ്ങത്തില്ല, അവൻ തെരുവിൽ കിടന്ന് തീരും, അവൻ തെരുവിൽ വെച്ച് അവസാനിക്കും, ഇനി അവൻ പൊങ്ങത്തില്ല. വളരെ ശ്രദ്ധിക്ക്. നിന്റെ മേൽ പല ക്രൂശ് വീണപ്പോൾ പലരും പറഞ്ഞു പുള്ളി പോയി, ഇനി അവൻ ഇല്ല, ഇനി അവൻ കാണത്തില്ല. പക്ഷെ ഇന്ന് രാത്രി നീ പോയെന്ന്, നീ അവസാനിച്ചെന്ന് ഏതവനെങ്കിലും വല്ലവനും പറയുന്നെങ്കിൽ ദൈവകൃപയാൽ പറയട്ടെ, നിന്റെ നാഥനുണ്ടല്ലോ, നിന്റെ കർത്താവ്, അവൻ തെരുവിൽ കടന്ന് അയ്യോ എന്ന് പറഞ്ഞ് തീർന്നവനല്ല. അവൻ തെരുവിൽ കിടന്ന് അയ്യോ എന്ന് വിളിച്ചവനല്ല. അവൻ ചെയ്യേണ്ടത് മുഴുവൻ നേരത്തെ ചെയ്ത് തീർത്ത്, ചെയ്യേണ്ടത് മുഴുവൻ ക്രൂശിന്മേൽ ചെയ്ത് തീർത്തിട്ട് സകലതും
സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞവനാണ്, സകലതും നിവർത്തിയാക്കിയവനാണ്. ഈ പിതാക്കന്മാർക്ക് വാഗ്ദത്തങ്ങളുണ്ട്. അല്പം തല നരച്ചു കാണും, ബാക്കിയുള്ളവർക്ക് തലമുടി പൊഴിഞ്ഞു കാണും. പക്ഷെ ഇവരുടെ വാഗ്ദത്തങ്ങളൊന്നും നശിക്കത്തില്ല. ആ വാഗ്ദത്തങ്ങളെ നിറവേറെ കണ്ടിട്ട് മാത്രമേ അവർക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ. ഞാനൊന്ന് ഉച്ചയ്ക്ക് ശേഷം കാലായി വേവിച്ചാന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. 15 മിനിറ്റ് കഴിയുമ്പോൾ പുള്ളി വീട്ടിലേക്ക് പോയി. ബാക്കി നിങ്ങൾ അറിഞ്ഞാൽ മതി. സ്തോത്രം. അതെ, പുള്ളി വീട്ടിലേക്ക് പോയി. പുള്ളി വീട്ടിൽ നിന്നല്ല പോയത്, പുള്ളി വീട്ടിലേക്കാണ് പോയത്. മനസ്സിലാക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, വളരെ കൃത്യവും വ്യക്തമായി ദൈവകൃപയാൽ പറയട്ടെ, യേശു തെരുവിൽ വെച്ച് തീർന്നതേ ഇല്ല. അവൻ ക്രൂശിന്മേൽ വെച്ച് വിളിച്ചു പറഞ്ഞു, "It is finished." സകലതും നിവർത്തിയായി. അതിനർത്ഥം അയ്യോ, ഈ റോമ പടയാളികളെല്ലാം കൂടെ എന്നെ തീർത്തു എന്നല്ല യേശു പറഞ്ഞത്. ശക്തികൾ, മത നേതാക്കന്മാരെല്ലാരും കൂടെ എന്നെ തീർത്തു എന്നല്ല പറഞ്ഞത്. സാത്താനും അവന്റെ ദൂതന്മാരും കൂടെ എന്നെ തീർത്തു എന്നല്ല യേശു പറഞ്ഞത്. ആർക്കും എന്നെ തീർക്കാൻ പറ്റിയില്ല, ആർക്കും എന്നെ ഒതുക്കാൻ പറ്റിയില്ല, ആർക്കും എന്നെ തീർക്കാൻ പറ്റിയില്ല. പിതാവായ ദൈവം എന്നെ ഏൽപ്പിച്ചത് മുഴുവൻ ഞാൻ തീർത്തു. അരമണിക്കൂർ ആരാധിക്കാതെ എന്നെ പറയാ. സ്തോത്രം. അതേ, യേശുവിന്റെ നാമത്തിൽ വല്ലവനും തീർക്കുന്നത് നീ കണ്ട് കൈയടിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. ലോക സ്ഥാപനത്തിന് മുൻപേ ക്രിസ്തു യേശുവിൽ ദൈവം നിന്നെ തെരഞ്ഞെടുത്തു എങ്കിൽ ദൈവത്തിന്റെ കൃപയാൽ ദൈവം നിന്നെ കുറിച്ച് കണ്ടത് മുഴുവൻ നീ തീർത്തിട്ട് മാത്രമേ ഈ ലോകത്തിൽ നിന്ന് പോകാൻ കഴിയത്തുള്ളൂ. പക്ഷെ ക്രൂശ് വീണു എന്നുള്ളത് വാസ്തവമാണ്. ആ ക്രൂശിൽ വീണ് എണീക്കാൻ വയ്യാതെ ക്രൂശ് വീണ് കിടക്കുക. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അക്കാരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ച് കമാൺ ശബ്ദം ഉയരട്ടെ. കമാൺ. രണ്ട് കരങ്ങൾ അംഗവൈകല്യമില്ലല്ലോ, 2 കരങ്ങൾ. യെസ്. ആശുപത്രി കിടക്കുന്ന പലർക്കും ഒരു വശം, ഒരു കൈ അനക്കാൻ പറ്റുന്നില്ല. നമുക്ക് 2 കൈ ഉണ്ടല്ലോ, 2 കരങ്ങൾ. യെസ്. ആ ക്രൂശിന് കീഴിൽ കർത്താവ് തകർന്ന് കിടക്കുമ്പോ സ്തോത്രം. അവിടെ ഉണ്ടായിരുന്ന റോമ പടയാളികളോട് ഞാൻ ഉണ്ടായിരുന്നു ചോദിച്ചേനെ, ഹേ പടയാളിയെ, ഈ ക്രൂശ് എടുത്ത് ഇവനൊന്ന് സഹായിക്ക. ഗോൽഗോത്തെ കൊണ്ടുപോയി ക്രൂശിക്കണ്ടേ? കൽപ്പന ഗവർണർ അങ്ങനെയല്ലേ പറഞ്ഞത്? പിലാത്തോസ് പറഞ്ഞേ വഴിയിലിട്ട് കൊല്ലാനല്ലോ, ക്രൂശിക്കാനല്ലേ പറഞ്ഞേ? ക്രൂശ് എടുത്തൊന്ന് സഹായിക്ക. അപ്പോ പടയാളികൾ പറയും, സുരേഷേ, ഞങ്ങൾ ഈ ക്രൂശ് തൊടത്തില്ല. മാത്രമല്ല, വൃത്തിയില്ലാത്ത ക്രൂശ്, മാംസം കഷണങ്ങൾ, ചെറിയ മാംസ കഷണങ്ങൾ ഇടയ്ക്ക് പറ്റിയിരിക്കുന്നു, രക്തക്കറ സ്തോത്രം പറ്റിയിരിക്കുന്നു, റച്ചഡ് ക്രോസ്, വൃത്തിയില്ലാത്ത കുരിശ്. ഞങ്ങൾ ആരെന്നറിയോ? ഞങ്ങൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരാ, വലിയ ഉദ്യോഗസ്ഥന്മാർ. ഞങ്ങൾ ഈ ക്രൂശ് തൊടത്തില്ല. അപ്പൊ ഞാൻ യഹൂദന്മാരോട് ചോദിക്കണോ, യഹൂദന്മാരെ, നിങ്ങൾ 4 പേരെ ഈ ക്രൂശിനൊന്ന് എടുക്ക്. അവർ പറയും, ഞങ്ങളെക്കുറിച്ച് നിനക്കറിയത്തില്ല, ഞങ്ങൾ വലിയ കുടുംബക്കാരാ, നീ വിചാരിക്കുന്ന പോലെയല്ല. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബിന്റെ വലിയ കുടുംബക്കാരാ. ഈ വലിയ കുടുംബക്കാരും പെരുമക്കാരും ഒന്നും കുനിയത്തില്ല കേട്ടോ. ഓ കമാൺ, ഹല്ലേലൂയ. വലിയ കുടുംബക്കാർക്കും സ്തോത്രം, വലിയ പെരുമക്കാർക്കും വലിയ നട്ടൽ രോഗം ഉള്ളത് കൊണ്ട് അവർക്ക് കുനിയാൻ പറ്റത്തില്ല. പക്ഷെ മന്ന വരുന്നത് മേലെ നിന്നായാലും കുനിഞ്ഞാൽ മാത്രമേ പുറക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് പുസ്തകം പറയുന്നത്. എൻ്റെ ബൈബിൾ പറയുന്നത് താഴ്മയുള്ളവന് ദൈവം കൃപ കൊടുക്കുന്നെന്ന്. സ്തോത്രം. അതേ, റോമാക്കാർ ആ ക്രൂശ് സ്തോത്രം കുനിഞ്ഞ് എടുക്കാതിരിക്കുമ്പോൾ യഹൂദന്മാർ ആ ക്രൂശ് സ്തോത്രം തൊടാൻ വയ്യെന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ അപ്പോൾ അവർ നോക്കി, എവിടെയെങ്കിലും ഈ ക്രൂശിനെ എടുക്കുന്ന ഒരുത്തന് വേണമല്ലോ. അപ്പോൾ ഇതാ ഒരു ലിബിയക്കാരൻ വരുന്നുണ്ട്, നോർത്തേൺ ലിബിയ, ഇന്നത്തെ ആഫ്രിക്കയിലുള്ള ഒരു ആഫ്രിക്കക്കാരൻ, ഒരു കറുത്ത മനുഷ്യൻ. അവരിതാ സ്തോത്രം വയലിലേക്ക് പോകുന്നു എന്നല്ല ബൈബിൾ പറയുന്നത്. രാവിലെ 8 മണിക്ക് മുമ്പ്, 8 മണിയാകുന്നതിന് മുമ്പ് തന്നെ അവൻ വയലിൽ നിന്ന് വരികയാണ്. ഒരിക്കൽ കൂടെ, നിങ്ങൾ മിണ്ടുന്നില്ല. അവൻ വയലിലേക്ക് പോകുന്നു എന്നല്ല പറയുന്നത്. രാവിലെ 8 മണിയായപ്പോഴേക്കും ജോലി തീർത്തിട്ട് അവൻ വയലിൽ നിന്ന് വരുന്നു. നിങ്ങൾ മിണ്ടാതിരുന്നാലും ഞാൻ കൃത്യമായിട്ട് പറയും. സ്തോത്രം. അതെ, കാരണം നിങ്ങളുടെ സ്തോത്രത്തിലല്ലല്ലോ അഭിഷേകം വ്യാപരിക്കുന്നത്. കമാൺ, ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറയട്ടെ, അതെ, വയലിൽ നിന്ന് അവൻ വരികയാണ്. അർത്ഥം, അവൻ ഉഴപ്പുന്നവനല്ല. 8 മണിയായപ്പോൾ അവൻ ജോലി തീർത്തിട്ട് വയലിൽ നിന്ന് അവൻ വീട്ടിലേക്ക് പോകുകയാണ്. ഉഴപ്പന്മാർക്ക് ഉണർവിന്റെ തീയ ചുമക്കാൻ പറ്റത്തില്ല. ഉഴപ്പന്മാർക്ക് അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ട് സ്തോത്രം. അത് 8 മണിയായപ്പോൾ അവൻ ജോലി തീർത്തിട്ട് ഈ അപ്പൻ വീട്ടിലേക്ക് പോവുകയാണ്. അവന് 2 ആൺകുട്ടികളാണുള്ളത്. മൂത്തവന്റെ പേര് അലക്സാണ്ടർ, രണ്ടാമത്തെ പേര് റൂഫസ്. അലക്സാണ്ടർ എന്ന് പറഞ്ഞ പപ്പ ഇതാ വീട്ടിലേക്ക് ഇതാ പെട്ടെന്ന് പൊക്കൊണ്ടിരിക്കുമ്പോൾ ആ താഴ്വരയിൽ സ്തോത്രം അസാമാന്യമായ ജനക്കൂട്ടത്തെ കണ്ടു. അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ചാൾ കൂടുന്നത്
അത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് അസാമാന്യമായ ജനക്കൂട്ടമാണ്. കാരണം ലോകം കണ്ട ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ, ജനത്തെ ആകർഷിക്കുന്നവന്റെ ക്രൂശീകരണം ഇവിടെ നടക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ജനത്തെ ആകർഷിക്കുന്നവനാണ് കർത്താവ് യേശു. ഞാൻ വിശ്വസിക്കുന്ന മലബാറിൽ ഏറ്റവും കൂടുതൽ ജനം കൂടുന്നത് സുവിശേഷത്തിന്റെ ഗ്യാതറിംഗ് ആയി തീരുമാറാകട്ടെ. സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തു അതെ ക്രൂശിക്കപ്പെടുവാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ ഇതാവനെ ഇടയ്ക്കിടയ്ക്ക് ഈ ശിമോൻ അങ്ങോട്ട് നോക്കിയപ്പോ 2-3 സാറന്മാരെന്ന് അന്ന് വിളിച്ചിരുന്ന പടയാളികൾ ഇങ്ങനെ പറഞ്ഞു. പടയാളികൾ ഇങ്ങനെ വിളിക്കണു, ഇപ്പോഴാ കണ്ണോർന്ന്, കറുത്ത മനുഷ്യനെ വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ, കൂലിയില്ലാത്ത ഒരു ജോലി തരാം, കൂലിയില്ലാത്ത ഒരു ജോലി തരാം. ജനക്കൂട്ടത്തെ മാറ്റി ഈ കറുത്ത മനുഷ്യനെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതാ ക്രൂശിന്റെ കീഴിൽ ഒരുവൻ തകർന്ന് നുറുങ്ങി കിടക്കുക, ചലനമറ്റ് കിടക്കുക. ആൾക്കാർ മിക്കവാറും പേര് ചെറിയ ശബ്ദത്തിൽ പറയുന്നു, ജീവനില്ല, മരിച്ചുപോയി, ജീവനില്ല, മരിച്ചുപോയി. സ്തോത്രം. ചലനമറ്റ് കിടക്കുകയാണ്. അപ്പോ സ്തോത്രം, ഈ വൃത്തിയില്ലാത്ത ക്രൂശ് കാണിച്ചിട്ട് പടയാളികൾ പറഞ്ഞു, സാറന്മാര് പറഞ്ഞു, സ്തോത്രം, ഈ ക്രൂശിനെ നീ എടുക്കണം. ബൈബിൾ പറയുന്നു, പടയാളികൾ നിർബന്ധിച്ചതുകൊണ്ട് ഈ കോൾലെസ് മൈക്കും പിടിച്ച് ഇന്ന് രാത്രി ആരോടോ കൈയടിക്ക്, സ്തോത്രം പറ, കൈയുയർത്ത് എന്ന് ഞാൻ നിർബന്ധിക്കുന്നത് പോലെ, കുറച്ച് കഴിഞ്ഞ് മുന്നോട്ട് വാ എന്ന് ഞാൻ നിർബന്ധിക്കുന്നത് പോലെ പടയാളികൾ നിർബന്ധിച്ചത് കൊണ്ട് സ്തോത്രം, അവൻ കുനിഞ്ഞ് ആ വൃത്തിയില്ലാത്ത ക്രൂശ് ഇങ്ങനെ എടുക്കുവാൻ ശ്രമിക്കുകയാണ്. അവനിങ്ങനെ കുനിയുമ്പോൾ ശിമോൻ ഇങ്ങനെ ഉള്ളിൽ പറഞ്ഞു കാണും, അലക്സാണ്ടറെ, പപ്പ ഇന്ന് ലേറ്റാകും, മോനെ രൂപസേ, പപ്പ ഇന്ന് ലേറ്റാകും. കാരണം വൃത്തിയില്ലാത്ത ഒരു കുരിശ് കിടക്കുന്നു മുന്നിൽ. വൃത്തിയില്ലാത്ത ഒരു കുരിശുള്ളത് കൊണ്ട് പപ്പയ്ക്ക് ഇന്ന് വേറൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, അതുകൊണ്ട് പപ്പ ഇന്ന് ലേറ്റായി പോകും എന്ന് പറഞ്ഞ വൃത്തിയില്ലാത്ത ക്രൂശിനെ എടുത്ത് സ്തോത്രം ശിമോൻ മാറിയപ്പോൾ ആ യെരുശലേമിൻ്റെ തെരുവിൽ തകർന്നു കിടന്നവൻ പതുക്കെ ചലിക്കാൻ തുടങ്ങി. അപ്പം ജനം പറഞ്ഞു, ചത്തിട്ടില്ല. പതുക്കെ ചലിക്ക മാത്രമല്ല, പതുക്കെ എഴുന്നേറ്റ്. ഇന്ന് രാത്രി ദൂത് ഞാൻ പറയുന്നു, തകർന്ന് കിടക്കുന്നവർ വീണ്ടും എഴുന്നേൽക്കുന്നത് നിലമ്പൂര് കാണുവാൻ പോകുന്നു. ഉടഞ്ഞു കിടക്കുന്ന സഭകൾ വീണ്ടും പണിയപ്പെടുന്നത് നിലമ്പൂർ കാണുവാൻ പോകുന്നു. തകർന്ന് കിടക്കുന്ന യാഗമണ്ഡലങ്ങൾ, അതേ യാഗപീഠങ്ങൾ തീയിറങ്ങുന്നത് വീണ്ടും ദേശം കാണുവാൻ പോകുന്നു. തകർന്നവൻ വീണ്ടും എഴുന്നേറ്റ്. കർത്താവിതാ ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ യേശു കർത്താവ് ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ആത്മാവിൽ ഞാൻ കണ്ടത്, ആ തകർച്ചയിൽ നിന്ന്, ആ തകർന്ന യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് വീണ്ടും രക്തം പുറത്തേക്ക് ഒഴുകുകയാണ്. ആ രക്തം ഇന്ന് രാത്രി നിന്നോട് സംസാരിക്കുന്നു. എഴുന്നേറ്റ് നിന്ന് യേശുവിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയ രക്തം ഇന്ന് രാത്രി നിലമ്പൂരിനോട്, ചുങ്കത്തറയോട് സംസാരിക്കുന്നു. യേശു കർത്താവ് തകർന്നവനായി അവൻ മുന്നിലേക്ക് നടന്നു. ഉടഞ്ഞവനായി യേശു മുന്നിൽ നടന്നു. ശിമോൻ സ്തോത്രം ക്രൂശുമായി അവൻ പിന്നിൽ നടന്നു. നിന്റെ മുൻപിൽ നടക്കുന്നത് അത് കെ കരുണാകരനോ ഇ കെ നാനാരോ അല്ല, ദ ചാമ്പ്യൻ ഓഫ് കാൽവരി, കാൽവരിയുടെ ചാമ്പ്യൻ, വിശ്വാസത്തിന്റെ നായകൻ, പൂർത്തി വരുത്തുന്നവൻ നിന്റെ ജീവിതത്തിന് മുൻപിൽ അവൻ നടക്കുകയാണ്. ഏറ്റെടുക്കണം, ഈ ദൂത് ഏറ്റെടുക്കണം. ഇരുമ്പൂടാമ്പലുകളെ തകർക്കുന്നവൻ, താമ്രഭിത്തികളെ ഉടയ്ക്കുന്നവൻ, ദുർഘടങ്ങളെ നിരപ്പാക്കുന്നവൻ, അതേ വിലാപങ്ങളെ നൃത്തമാക്കി തീർക്കുന്നവൻ, അതേ നിനക്ക് മുൻപായി പുറപ്പെട്ടു കഴിഞ്ഞു. യേശു നിനക്ക് മുൻപായി നടക്കുന്ന വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ദൈവജനം ദൈവത്തെ സ്തുതിച്ചേ. സ്തോത്രം. യേശു കർത്താവ് രക്തം ഡ്രോപ്പായി തുള്ളിയായി ഒഴിച്ച് അത് യേശു മുന്നിലേക്ക് നടക്കുമ്പോൾ ക്രൂശുമായി സ്തോത്രം ശീമോൻ പിന്നിൽ നടക്കുന്ന, എനിക്കറിയത്തില്ല തോമസ് പാസ്റ്ററെ, സ്തോത്രം, അവൻ 200 മീറ്റർ ആണോ 300 മീറ്റർ ആണോ 500 മീറ്റർ ആണോ ഈ ശീമോൻ ക്രൂശ് ചുമന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ആ അപ്പൻ ക്രൂശ് ചുമന്നത് കൊണ്ട് ആ തലമുറ ഭിക്ഷാപാത്രം എടുക്കാൻ ദൈവം സമ്മതിച്ചില്ല. ആ അപ്പൻ ക്രൂശ് ചുമന്നത് കൊണ്ട് ആ തലമുറയെ ദൈവം മാനിച്ചു. ഈ ചെറുക്കൻ ജിസൺ ആന്റണിയുടെ പപ്പ, സ്തോത്രം, അതേ ആന്റണി പാസ്റ്റർ കൂടെ ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അപ്പൻ ദൈവത്തിന്റെ കൃപയാൽ നിന്നപ്പോ ലോഡ്സനെയും ജിസനെയും ദൈവം മാനിച്ചുവെങ്കിൽ, മറ്റു മക്കളെ 2 പേരും കൂടെ ഉണ്ട്, അവരെ ദൈവം മാനിച്ചുവെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ദൂത് കൈമാറുന്നു. നിങ്ങളുടെ മക്കൾ നിങ്ങൾ ചെയ്യാത്ത ശുശ്രൂഷ ചെയ്യുന്നത് ഞാൻ കാണാൻ വേണ്ടി പോകുകയാണ്. നിങ്ങളുടെ കൊച്ചുമക്കൾ നിങ്ങൾ ചെയ്യാത്ത ശുശ്രൂഷ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്നത് ദൈവത്തിന്റെ കൃപയാൽ ജനം കാണുവാൻ പോകുന്നു, രാജ്യങ്ങൾ കാണുവാൻ പോകുന്നു. യേശുവിന്റെ രക്തത്തിന് ഇന്ന് രാത്രി ശക്തി കൊണ്ട് പാരമ്പര്യ ശാപങ്ങൾ ഇന്ന് രാത്രി പോട്ടെ.
കരങ്ങൾ അടിച്ച് ആരാധിക്ക്. അപ്പന്റെ രോഗം, അമ്മയുടെ രോഗം, കുടുംബത്തിന്റെ രോഗം, കുടുംബത്തിന്റെ ശാപം, തലമുറ തലമുറയായി കൈമാറി വരുന്ന ശാപങ്ങൾ, തലമുറ തലമുറയായി കൈമാറി വരുന്ന രോഗങ്ങൾ, തലമുറ തലമുറയായി കൈമാറി വരുന്ന പോരാട്ടങ്ങൾ ഇന്ന് രാത്രി കർത്താവ് ആ ഫയലിനെ അടയ്ക്കുകയാണ്. ഇന്ന് രാത്രി ആ പാരമ്പര്യ രോഗത്തിന്റെ കെട്ടുകൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. കരങ്ങൾ അടിച്ച് ശബ്ദമുയർത്തി ജനം ദൈവത്തെ ആരാധിക്കും. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. ശിമോൻ ക്രൂശ് ചുമന്നു. വേ ഓഫ് ദ ക്രോസ്, ക്രൂശിൽ ചൊരിഞ്ഞ രക്തവുമായി സ്തോത്രം. കർത്താവ് മുന്നിൽ നടന്നപ്പോൾ ആ രക്തത്തിലൂടെ മുന്നിലേക്ക് നടന്ന് ക്രൂശ് ചുമന്ന് യേശുവിന്റെ രക്തത്തിലൂടെ നടന്ന അതേ ശിമോന്റെ മക്കൾ രൂഫസ് സഭയുടെ ബിഷപ്പായി തീർന്നു. റോമർ 16:13 പറയുന്നു, രൂഫസ് ബിഷപ്പായി തീർന്നു. അലക്സാണ്ടർ ഗവർണറായി തീർന്നു. മൂത്തമകൻ ഗവർണറായി, രണ്ടാമത്തവൻ ബിഷപ്പായി, അതേ മൂത്തവൻ ഗവർണറായി. ഇന്ന് രാത്രി എഴുതിയെടുക്കണം. ഞാൻ പ്രോസ്പെരിറ്റി അല്ല പറയുന്നത്, ഞാൻ സമൃദ്ധി സുവിശേഷം അല്ല പറയുന്നത്, തേജസ്സിന്റെ സുവിശേഷം പറയട്ടെ. അപ്പനും അമ്മയ്ക്കും ചിന്തിക്കാൻ കഴിയാത്തിടത്ത് നിന്റെ തലമുറ എസ്റ്റാബ്ലിഷ് ആകും. കാരണം സ്തോത്രം, ഇത് ക്രൂശിന്റെ വഴിയാണ്. നീ പ്രോസ്പെരിറ്റിയുടെ പിന്നാലെ പോണ്ട, സമൃദ്ധിയുടെ പിന്നാലെ നീ പോണ്ട, നീ പണത്തിന്റെ പിന്നാലെ പോണ്ട, നീ നന്മയുടെ പിന്നാലെ പോകണ്ട, നീ കരുണയുടെ പിന്നാലെ പോണ്ട. യജമാനന്റെ പിന്നാലെ പട്ടി വരുന്നത് പോലെ, യജമാനന്റെ പിന്നാലെ നായി വരുന്നത് പോലെ നീ യേശുവിന്റെ പിന്നാലെ പോകുമ്പോ നന്മയും കരുണയും നീ എവിടെ പോയാലും നിന്നെ പിന്തുടർന്നിരിക്കും. നന്മയും കരുണയും എവിടെ പോയാലും നിന്നെ പിന്തുടരും. വേ ഓഫ് ക്രോസ്, വേ ഓഫ് ക്രോസ്, വേ ഓഫ് ക്രോസ്. തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നു. ഇന്ന് രാത്രി പാരമ്പര്യ ശാപങ്ങൾ തകരുകയാണ്. ഇന്ന് രാത്രി ഈ ചുറ്റുപാടുള്ള വീടുകളിലുള്ള ആത്മഹത്യ ഉണ്ടല്ലോ, ആത്മഹത്യ കർത്താവ് അതിനെ പൊട്ടിക്കുകയാണ്. ഇന്ന് രാത്രി ഈ ചുറ്റുപാടുള്ള വീടിലുള്ള മാനസിക ഭ്രമം ഉണ്ടല്ലോ, എന്താ ഭ്രാന്തിന്റെ രോഗം, സ്തോത്രം. അതേ യേശുവിന്റെ നാമത്തിൽ ആ മാനസിക വിഭ്രാന്തിയെ, തലമുറയായുള്ള മാനസിക വിഭ്രാന്തിയെ കർത്താവ് പൊട്ടിക്കുകയാണ്. ലോകത്തിൽ ഒരൊറ്റ പുസ്തകത്തിനും ശാപത്തെ മുറിക്കാൻ ഉള്ള പരിപാടിയില്ല. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ലോകത്തിൽ ഒരൊറ്റ പുസ്തകത്തിനും ഒരു മതകേന്ദ്രത്തിനും ശാപത്തെ മുറിക്കുന്ന പരിപാടിയില്ല. പക്ഷെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിന് പരിപാടിയുണ്ട്. ഈ വിശുദ്ധ ഗ്രന്ഥത്തിന് ശക്തിയുണ്ട്. അതേ വചനം ജഡമായി തീർന്നവൻ മുൾക്കിരീടവുമായി ക്രൂശിൽ തൂങ്ങിയത് ശാപങ്ങൾ തകർന്നു മാറാൻ വേണ്ടിയാണ്. In the name of Jesus, ശബ്ദം ഉയർത്തി ആരാധിക്കുക. അടുത്ത തെരുവുകളെ ഓർത്തൊന്ന് ദൈവത്തെ സ്തുതിക്ക്. അടുത്ത തെരുവുകളെ ഓർത്ത്, അടുത്തിരിക്കുന്ന തറവാടുകൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്ക്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഈ മീറ്റിങ്ങിന് വേണ്ടി ധ്യാനിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവിനോട് പറഞ്ഞത്, പോയി എൻ്റെ ജനത്തോട് പറ, ചില തറവാടുകൾ പിടികിട്ട പുള്ളികൾ സാധാ പാസ്റ്റർമാർക്ക് കിട്ടത്തില്ല. അങ്ങനെയുള്ള പിടികിട്ട പുള്ളികൾ പോലെയുള്ള പ്രമാണിത്വമുള്ള തറവാടുകൾ ദൈവത്തിന്റെ കൃപയാൽ സുവിശേഷം വേണ്ടി തുറക്കപ്പെടുവാൻ വേണ്ടി പോകുകയാണ്. നിങ്ങളത് കാണും. യേശുവിന്റെ നാമത്തിൽ ഈ ദൂത് പറഞ്ഞേച്ച് ഞാൻ പോകും, പക്ഷെ കർത്താവ് പോകത്തില്ല. കർത്താവ് ഈ ദേശത്തിന്റെ നെടുകയും കുറുകയും നടകൊള്ളാൻ പോവാ. തെക്കിനോട് വടക്കിനോട് തരിക എന്ന്, ഒരിക്കൽ കൂടെ വടക്കിനോട് തരിക എന്ന്, തെക്കിനോട് തടുത്തു വെക്കലെന്ന് ആരെങ്കിലും പറഞ്ഞോ? വടക്കിനോട് തരിക എന്ന്, തെക്കിനോട് തടുത്തു വെക്കരുത് എന്ന് അരുൾ ചെയ്ത കർത്താവിന്റെ കൃപയാൽ നിന്റെ ചർച്ച വളരാൻ പോവാ. ജാതികൾ വിടിവിക്കപ്പെടാൻ പോവാ. പാരമ്പര്യ ശാപങ്ങൾ പൊട്ടട്ടെ. കാര്യം സ്തോത്രം, ദ വേ ഓഫ് ദ ക്രോസ്. അതെ സ്തോത്രം. മൂന്നാമതായി യേശുവിന്റെ രക്തം ചൊരിയപ്പെട്ടത് യെരുശലേമിന്റെ തെരുവേദിയിൽ. ഗദശമനികൾ ചൊരിഞ്ഞ രക്തം, സ്തോത്രം. അതെ പിലാത്തോസിന്റെ അരമനയിൽ ചൊരിഞ്ഞ രക്തം, യെരുശലേമിന്റെ തെരുവിൽ ചൊരിഞ്ഞതായ രക്തം. നാലാമതായി ഇന്ന് രാത്രി വേഗത്തിൽ അവസാനമായി, നാളെ ഞങ്ങൾക്ക് 5 സർവീസാണ് ഉള്ളത്. സ്തോത്രം. 6:30 മണിക്ക് ഇംഗ്ലീഷ് സർവീസിന് എനിക്ക് എത്തണം. സ്തോത്രം. തിരുവനന്തപുരത്ത് എത്തുകയും വേണം. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം. അതെ നാലാമതായി അവസാനമായി ദൈവകൃപയാൽ പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. നാലാമത്തെ സ്ഥലമായി യേശുവിന്റെ രക്തം ചൊരിയപ്പെട്ടത് യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 34-ാം വാക്യം വായിക്കുമ്പോൾ, 2 കള്ളന്മാർ നടുവിൽ 3 ആണികളിൽ യേശു കർത്താവ് തൂങ്ങി നിന്നു. 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ 6 മണിക്കൂർ നേരം യേശു കർത്താവ് തൂങ്ങി നിന്നു. സ്തോത്രം. അതെ 6 മണി നേരം മുതൽ 9 മണി നേരം വരെ എന്ന് വേദപുസ്തകം പറയുന്നു. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം 3 മണി വരെ. 3 മണിയായപ്പോൾ സ്തോത്രം യേശു കർത്താവ് വിളിച്ചു പറഞ്ഞു, സകലതും നിവൃത്തിയായി. തൊട്ടടുത്ത് ചേർന്നവൻ പറഞ്ഞു, പിതാവേ തൃക്കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ ഫലമേൽപ്പിക്കുന്നു. യേശു കർത്താവ് മരിച്ചു.
ഞാൻ ആവർത്തിക്കട്ടെ, യേശുവിനെ ആരോ കൊന്നതല്ല. യേശുവിനെ ആർക്കും കൊല്ലുവാൻ കഴിയത്തില്ല. ഒരു ഭൂതത്തിന് യേശുവിനെ കൊല്ലുവാൻ കഴിയത്തില്ല. ഒരു സാമ്രാജ്യത്തിനും പടയാളിക്കും മതത്തിനും യേശുവിനെ കൊല്ലുവാൻ കഴിയത്തില്ല. ആരോ യേശുവിനെ കൊന്നതല്ല. ഇന്ന് രാത്രി ശബ്ദ പരിധിക്കുള്ളിൽ ഓൺലൈനിൽ ഒക്കെ കേൾക്കുന്ന നിനക്ക് വേണ്ടി യേശു മരിച്ചതാണ്. സ്തോത്രം. യേശു പറഞ്ഞു, എൻ്റെ ജീവനെ കൊടുക്കാൻ എനിക്ക് അധികാരമുണ്ട്, അതേപോലെ ആ ജീവനെ തിരിച്ചെടുക്കാനും എനിക്ക് അധികാരമുണ്ട്. ഇറ്റ് വാസിന്റ് എ കോഇൻസിഡന്റ് ഓർ ആക്സിഡന്റ്. ഇറ്റ് വാസിന്റ് എ കോഇൻസിഡന്റ് ഓർ ആക്സിഡന്റ്, ബട്ട് ഇറ്റ് വാസ് ഓൾറെഡി ദ പ്രീഡെസ്റ്റിൻഡ് ബൈ ദ ലോർഡ്. അതൊരു അപകടമല്ല, ആകസ്മികമല്ല, ഓൾറെഡി ദൈവത്തിന്റെ വചനമായിരുന്നു. സ്തോത്രം. യേശു കർത്താവ് മരിക്കും എന്നുള്ളത്. യേശു കർത്താവ് ക്രൂശിന്മേൽ മരിച്ചു, പക്ഷേ രക്തത്തിന്റെ ഒഴുക്ക് തീർന്നില്ല. യേശു മരിച്ചിട്ടും രക്തത്തിന്റെ ഒഴുക്ക് തീർന്നില്ല. ഒരിക്കൽ കൂടെ, യേശു മരിച്ചിട്ടും രക്തത്തിന്റെ ഒഴുക്ക് തീർന്നില്ല. യേശു കർത്താവ് മരിച്ചപ്പോൾ ഇതാ ഒരു റോമൻ പടയാളി കടന്നു വരുന്നു. അവന്റെ കയ്യിൽ ഒരു കുന്തമുണ്ട്. ആ കുന്തം കൊണ്ട് യേശുവിന്റെ വിലാപ്പുറം കുത്തി. യേശു കർത്താവിന്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ യോഹന്നാൻ 19:34 രക്തവും വെള്ളവും പുറത്തേക്ക് ഒഴുകി. മെഡിക്കൽ സയൻസ് ഇങ്ങനെ അതേ തെളിയിച്ചിരിക്കുന്നു. മെഡിക്കൽ സയൻസ് ഇങ്ങനെ കണ്ടുപിടിച്ചിരിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് മെഡിക്കൽ സയൻസ് പറഞ്ഞത്, മനുഷ്യന്റെ സിരകളിൽ നിന്ന് രക്തം വാർന്നുപോയി. അതേ രക്തം ഒഴുകിപ്പോയാലും, മനുഷ്യന്റെ സിരകളിലുള്ള ശരീരത്തിലുള്ള എല്ലാ രക്തവും ഒഴുകിപ്പോയാലും, അവന്റെ ഹാർട്ടിന്റെ വാൽവുകളുടെ ഇടയിൽ സ്തോത്രം ചില തുള്ളി രക്തം വീണ്ടും അവശേഷിച്ചിരിക്കുമെന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചത് ഈ അടുത്ത സമയത്താണ്. പക്ഷേ സ്തോത്രം, യവനിക്ക് മുമ്പേ സൃഷ്ടാവാം ദൈവം കണ്ടു അവസാനത്തുള്ളി രക്തവും പുറത്തേക്ക് ഒഴുകണം. സ്തോത്രം. അതുകൊണ്ട് ചുമ്മാതല്ല, അവസാനത്തുള്ള രക്തവും സ്തോത്രം പുറത്തേക്ക് ഒഴുകുവാൻ, അവനെ തകർക്കുവാൻ പിതാവായ ദൈവത്തിന് ഇഷ്ടം തോന്നി. എന്തുകൊണ്ട്? ഇന്ന് രാത്രി ഈ ശബ്ദ പരിധിക്കുള്ളിലുള്ള അവസാനത്തെ പാപിയുടെ പേരും ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ നീക്കിയിരിപ്പ് വയ്ക്കാതെ അവസാനത്തുള്ള രക്തവും യേശു കർത്താവ് ക്രൂശിന്മേൽ ഒഴുകി. ഒരിക്കൽ കൂടെ, നീക്കിയിരിപ്പ് വയ്ക്കാതെ, മിച്ചം പിടിക്കാതെ അവസാനത്തുള്ള രക്തവും യേശു കർത്താവ് ക്രൂശിൽ നിന്ന് ഒഴുക്കുകയുണ്ടായി. സ്തോത്രം. അവസാനത്തുള്ളി രക്തം നിന്നെ നോക്കി ഇന്ന് രാത്രി സംസാരിക്കുന്നു. ഗദശമനികൾ ചൊരിഞ്ഞ്, പീലാത്തോസിന്റെ അരമനകളിൽ ചൊരിഞ്ഞ്, യെരൂശലേമിന്റെ തെരുവിൽ ചൊരിഞ്ഞ രക്തം മാത്രമല്ല, അവസാനമായി കാൽവരി ക്രൂശിന്മേൽ ചൊരിഞ്ഞതായ ആ രക്തം ഇന്ന് രാത്രി നിന്നെ നോക്കി സംസാരിക്കുന്നത്. That was a life of self sacrifice. അത് സ്വയത്യാഗത്തിന്റെ ജീവിതമായിരുന്നു. കണ്ടോ, മിണ്ടുന്നില്ല. സ്വയത്യാഗത്തിന്റെ ജീവിതമാണ്. ഇറ്റ് വാസ് എ ലൈഫ് ഓഫ് സെൽഫ് സാക്രിഫൈസ്. അത് സ്വയത്യാഗത്തിന്റെ ജീവിതമാണ്. ദൈവം ഉപയോഗിക്കണമെന്ന് പറയുന്ന എല്ലാവരും കരങ്ങളെ ഉയർത്തിയാണ്. വണ്ടർഫുൾ, ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്നാട്ടെ. സ്വയത്യാഗത്തിന്റെ ജീവിതം, അതാണ് ദൈവം ഉപയോഗിപ്പാൻ. സ്വയത്യാഗത്തിന്റെ ജീവിതം. ഇന്നലെ രാത്രി ഉറങ്ങാതെ വിജയവാഡയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് റോഡിൽ ഞാൻ സഞ്ചരിച്ചു. ഇന്നും നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് രണ്ടാം രാത്രി ഉറങ്ങാതെ വണ്ടിയിൽ സഞ്ചരിക്കുകയാണ്. അതേ, ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുന്നത് പോലെ കയറി നിൽക്കുമ്പോൾ ഒഴുകുന്നതല്ല സ്തോത്രം. അതേ, ശുശ്രൂഷ എന്ന് പറയുന്നത് സ്വയത്യാഗം. നീ ജീവിക്കേണ്ടത് നിനക്ക് വേണ്ടിയല്ല. സുഖിയന്മാരെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയത്തില്ല. പാസ്റ്റർമാരെ, സുഖിയന്മാരെ ഉപയോഗിക്കാൻ കഴിയത്തില്ല. സ്വയത്യാഗമുള്ളവനെ സ്വർഗം തേടുന്നു. എവിടെ ത്യാഗമുണ്ടോ അത് ദൈവത്തിന്റെ സന്നിധിയിൽ യാഗമാണ്. ഒരിക്കൽ കൂടെ, എവിടെ ത്യാഗമുണ്ടോ അത് തമ്പുരാന്റെ മുൻപിൽ യാഗമാണ്. എവിടെ യാഗമുണ്ടോ അതിൽ തീയിറക്കാൻ സ്വർഗം റെഡിയായിരിക്കുന്നു. എവിടെ ത്യാഗമുണ്ടോ അതിനെ യാഗമായി കണക്കാക്കി അതിന്മേൽ തീയിറക്കാൻ, ഉണർവിന്റെ തീയിറക്കാൻ ഉണ്ടല്ലോ. ഉണർവിന്റെ ഒരു കൂട്ടം വന്നിട്ടുണ്ട് കേട്ടോ. ഉണർവിന്റെ ഒരു ഗിദെയോന്യ സൈന്യം ഇന്ന് രാത്രി തോമസൂട്ടി പാസ്റ്റർ യോഗത്തിന് വന്നിട്ടുണ്ട്. ഉണർവിന്റെ ഒരു ഗിദെയോന്യ സൈന്യമാണ് ഇവിടെ നിൽക്കുന്നത്. അതേ, ഈ എവിടെയാണോ സ്വയത്യാഗമുള്ളത് അവന്റെ മേൽ തീ ഉണ്ടായിരിക്കും. ഉണർവിന്റെ തീ ഉണ്ട്. നീ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങൾ അലറാൻ പോവാ. നീ കൈവയ്ക്കുമ്പോൾ ക്യാൻസറുകൾ മറയാൻ പോവാ. നിന്നിലൂടെ ആയിരങ്ങൾ രക്ഷിക്കപ്പെടാൻ പോവാ. നീ ഉണർവിന്റെ പിതാവാണ്. നീ ഉണർവിന്റെ മാതാവാണ്. നീ ഉണർവിന്റെ പിതാവാണ്. ഉണർവിന് വേണ്ടി കരഞ്ഞവരെ, ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചവരെ, ഉണർവിന് വേണ്ടി ഉപവസിച്ചവരെ, നീ ശവപ്പെട്ടിയിൽ കയറുന്നതിന് മുൻപ് ആ ഉണർവ് നീ കാണുവാൻ പോകുന്നു. കരങ്ങളെ അടിച്ചു ദൈവത്തെ സ്തുതിക്കുക. നീ മരിക്കുന്നതിന് മുൻപ് ആ ഉണർവ് നീ കാണുവാൻ പോകുന്നു. ആ ഉണർവിൽ നിനക്കും നിന്റെ തലമുറയ്ക്ക് ഒരു പങ്കുണ്ടെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു.
Shalama Hadajana Rakomani Handalera Boriam Drojagadara Bausha Lekomani Amdulina Bausham Zejagadara Baushasi Lekudanani Andaramasi Kadaradiacha എത്ര പേർ കരങ്ങൾ ഉയർത്തിപ്പറ യെസ് ദൈവം എന്നെ ഉപയോഗിക്കണം. ഒരു ഉണർവുണ്ട് മലബാറിൽ, ഒരു ഉണർവുണ്ട് മലബാറിൽ, ഒരു ഉണർവുണ്ട്. ദൈവം എന്നെ ഉപയോഗിക്കണമെന്ന് പറയുന്ന തലയ്ക്ക് മുകളിൽ എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. ആ കൈ ഉയർത്തി ഒറ്റ എണ്ണം ഇവിടെ നിൽക്കരുത്. ആരും ഇവിടെ നിൽക്കല്ലേ, ആരും ഇവിടെ നിൽക്കരുത്. എല്ലാവരും മുന്നിൽ വന്ന്, എല്ലാവരും മുന്നിൽ വന്ന് ഈ ദൈവദാസന്മാർ ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നത് എനിക്കൊരു സന്തോഷം, എനിക്കൊരു ബലം. നിങ്ങൾ വന്നേ, അപ്പച്ചന്മാർ വന്നേ. താങ്ക് യു ലോർഡ്. ദൈവം എന്നെ ഉപയോഗിക്കണമെന്ന് പറയുന്ന എല്ലാ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ വന്നേ, വന്നേ അപ്പച്ച. ബൈബിൾ എടുത്ത് വന്നേ, ബൈബിൾ എടുത്ത് പാസ്റ്റർമാർ ഈ പ്ലാറ്റ്ഫോമിൽ വന്നേ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. എല്ലാ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ വന്നേ, എല്ലാ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ മുന്നിൽ വന്നേ. നിങ്ങളുടെ യൂത്തിന്റെ പേരെന്തോ YPAയോ YPCA. എല്ലാ അംഗങ്ങളും ഫ്രണ്ടി വന്ന് എല്ലാവരും വന്ന്, എല്ലാ സഹോദരന്മാർ വന്ന്, പഴയ വിശ്വാസികളെല്ലാം ഓടി വന്ന്, പഴയ വിശ്വാസികളെല്ലാം ഓടി വന്ന്, പുതിയ വിശ്വാസികൾ ഓടി വന്ന്, ദൈവദാസന്മാർ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കയറി വന്ന്. താഴ്മയോട് ഞാൻ പറയുന്നു, വന്നേ. ശുശ്രൂഷ തീർന്നിട്ടില്ല. അടുത്തൊരു മണ്ഡലത്തിലേക്ക് തുടങ്ങാൻ പോവാ, അടുത്തൊരു മണ്ഡലത്തിലേക്ക് തുടങ്ങാൻ പോവാ. 85 മറ്റേ പുള്ളി പറഞ്ഞത് അന്നത്തെ ആരോഗ്യം എനിക്കുണ്ടെന്ന്. അന്നത്തെ ആരോഗ്യം ഇന്നും എനിക്കുണ്ട്. ICU നമുക്കുള്ളതല്ല, ICU നമുക്കുള്ളതല്ല, കീമോതെറാപ്പി നമുക്കുള്ളതല്ല, ഹാർട്ട് അറ്റാക്ക് നമുക്കുള്ളതല്ല, സ്ട്രോക്ക് നമുക്കുള്ളതല്ല. നമ്മൾ കിതയ്ക്കാതെ കുതിക്കുന്ന കുതിരകളായിരിക്കും, കിതയ്ക്കാതെ കുതിക്കുന്ന കുതിരകളായിരിക്കും. അവിടെ നിൽക്കുന്ന എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും ഫ്രണ്ടിൽ വരണം. നിങ്ങൾ IPC ആയിരിക്കും, AG ആയിരിക്കും, ഷാരോനായിരിക്കും, ആരായാലും വരിക. Yes. Fire. La kabune rabane rabakasata. അപ്പിന്റെ നിൽക്കുന്ന എല്ലാവരും വന്നേ. ദൈവാത്മാവ് ചലിക്കുന്നു. ലാഖമനി അംദലന ബൗഷം സേജഗദന ബൗഷം ലകജഗദന ബൗദിബികമന റൈഖേരി അംദലന ബൗഷം സേജഗദന ബൗഷം കരങ്ങളടിച്ച് ആരോ പുതിയ ഭാഷകളിൽ സംസാരിക്കുന്നു. ആർക്കും നഷ്ടപ്പെട്ട ദർശനങ്ങൾ മടങ്ങി വരുന്നു. മങ്ങിയ ദർശനങ്ങൾ മടങ്ങി വരുന്നു. സ്വപ്നങ്ങൾ മടങ്ങി വരുന്നു. ദർശനങ്ങൾ മടങ്ങി വരുന്നു. നദി പ്രവഹിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളും all children close your eyes. എല്ലാ കുട്ടികളും കണ്ണുകൾ അടച്ച് കരങ്ങൾ അടച്ച് receive the Holy Spirit. Every children, all children receive the Holy Spirit. Receive the Holy Spirit. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. Yes. കരങ്ങളടിച്ച് കണ്ണുകൾ അടച്ച് കരങ്ങളെ അടിച്ച്. ഇത് നിന്റെ രാത്രിയാണ്. നീ ആത്മാവിൽ നിറയുന്ന രാത്രി. നീ ആത്മാവിന്റെ പുതിയൊരു അഭിഷേകം, പുതിയൊരു നിറവ് പ്രാപിക്കുന്ന രാത്രി. യെസ്, കണ്ണുകൾ അടച്ച് കരങ്ങളടിച്ച്. ഡിപ്രഷൻ വിട്ടുപോകുന്നു. നിരാശകൾ വിട്ടുപോകുന്നു. മാനസിക രോഗങ്ങൾ വിട്ടുപോകുന്നു. ഡിപ്രഷന്റെ കെട്ടുകൾ അരിയുന്നു. പിൽസ് കഴിച്ചാലേ ഉറങ്ങാൻ കഴിയത്തുള്ളൂ. ഗുളിക കഴിച്ചാലേ ഉറങ്ങാൻ കഴിയത്തുള്ളൂ. നോ. ഇനി മേലാല മരുന്ന് കൊണ്ട് പ്രയോജനമില്ല. കെട്ടഴിയുന്നു. Fresh fire. Receive the Holy Spirit. By faith, open your mouth and begin to talk in tongues. Receive the Holy Spirit. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. നിറയുക. രാജ്യങ്ങൾക്കായി നിറയുക. ഭൂഖണ്ഡങ്ങൾക്കായി നിറയുക. വംശങ്ങൾക്കായി നിറയുക. ജാതികൾക്കായി നിറയുക. സംഘടനകൾക്കായി നിറയുക. സംഘടന ഇല്ല. നിന്റെ ശുശ്രൂഷയ്ക്ക് സംഘടനയില്ല. സംഘടനയ്ക്ക് അതീതമായ ശുശ്രൂഷ, ജാതിക്ക് അതീതമായ ശുശ്രൂഷ, ഭാഷയ്ക്ക് അതീതമായ ശുശ്രൂഷ, വർഗത്തിന് അതീതമായ ശുശ്രൂഷ, സ്കിൻ കളറിന് അതേ വർണ്ണത്തിന് അതീതമായ ശുശ്രൂഷ.
ശബ്ദമുയർത്തി എല്ലാ കുട്ടികളും ഉറവകൾ തുറക്കുന്നു, ഉറവകൾ തുറക്കുന്നു, വാതിലുകൾ തുറക്കുന്നു, വാതിലുകൾ തുറക്കുന്നു, ഓപ്പർച്യൂണിറ്റി തുറക്കുന്നു, അവസരങ്ങൾ തുറക്കുന്നു, അവസരങ്ങൾ തുറക്കുന്നു. നീ കുളമല്ല, നദി, നദി, നദി. നീ നദിയാണ്. നിന്നെ കുളമാക്കാൻ ശ്രമിച്ച കെട്ടുകൾ അഴിയുന്നു. ഉറവകൾ തുറന്ന കുളങ്ങളെല്ലാം നദികളാകുന്നു. കണക്ഷൻ, 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 കണക്ഷൻ. അപ്പോസ്തലിക് പ്രൊഫറ്റിക് നെറ്റ്വർക്ക് കണക്ഷൻ. ടേക്ക് ഇറ്റ്. കരങ്ങളെ ഉയർത്തി ഓൺലൈൻ ആയിരിക്കുന്നവർ രക്ഷയാം ദിവ്യ സ്നേഹക്കടലേ, ക്രിസ്തേശു നൽകും കരുണാപുരമേ. രക്ഷയാം ദിവ്യ സ്നേഹക്കടലേ, ക്രിസ്തേശു നൽകും കരുണാപുരമേ. സൗജന്യമായി ലോകത്തെ വീണവനേ, സൗജന്യമായി ലോകത്തെ വീണവനേ. പ്രവാഹമെന്നേ, പ്രവാഹമെന്നേ, പ്രവാഹമെന്നേ ഒഴുകിയിടണമേ. പ്രവാഹമെന്നേ, പ്രവാഹമെന്നേ, പ്രവാഹമെന്നേ ഒഴുകിയിടണമേ. അന്യഭാഷകൾ പാടിയാട്ടെ, അന്യഭാഷകൾ പാടിയാട്ടെ. കരങ്ങൾ ഉയർത്തി അന്യഭാഷകൾ ആരാധിച്ചേ. സ്വയത്യാഗം, സ്വയത്യാഗം. കണ്ണുനീരില്ലാത്ത കൺവെൻഷൻ നമുക്ക് വേണ്ട. ജിസൻ 100 കണക്കിന് പ്രാവശ്യം അത് കേട്ടിട്ടുണ്ട്. കണ്ണുനീരില്ലാത്തൊരു സർവീസ് നമുക്ക് വേണ്ട. ഉരുകി എന്നടിയാ നിന്നോട് യോജിച്ചിടുവാൻ. അതിന്റെ പേരാണ് ഉണർവ്. ഒരിക്കൽ കർത്താവിനോട് ചേരുന്നതിന്റെ പേരാണ് ഉണർവ്. സ്വയത്യാഗം, സ്വയത്യാഗം. എൻ്റെ ഒരു സൈന്യത്തെ ദൈവം എഴുന്നേൽപ്പിക്കുക. സ്വയത്യാഗം. ഇതിനകത്ത് ഇന്നെന്റെ മുൻപിൽ നിൽക്കുന്ന ചിലർ പറയുന്ന രക്തസാക്ഷിയായാലും സാരമില്ല, ദൈവം എന്നെ ഉപയോഗിക്കണം. ഒരിക്കൽ കൂടെ, രക്തസാക്ഷിയായാലും സാരമില്ല, അപ്പോസ്തല പ്രവൃത്തിയുടെ അടുത്ത അധ്യായങ്ങൾ എനിക്ക് കാണണം. Come on. Come on. Take it, take it, take it. You carry that mantle. ആ പുതപ്പ് നീ ചുമക്കുന്നു. Yes, 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 yes. ശക്തിയോടെ
സ്വയത്യാഗം. ഡേവിഡ് ലിവിങ്സ്റ്റനെ കുറിച്ച് ഞാൻ വായിച്ചു. ഡേവിഡ് ലിവിങ്സ്റ്റൺ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ തന്നെ ആരംഭ സമയത്ത് ഒരു കുറ്റിക്കാടിലൂടെ പോകുമ്പോൾ ഒരു സിംഹം വന്ന് തൻ്റെ കൈ ആൾമോസ്റ്റ് നഷ്ടപ്പെട്ടു, കടിച്ചു പറിച്ചു, ആൾമോസ്റ്റ് നഷ്ടപ്പെട്ടു. ഒരു ദിവസം കുതിരപ്പുറത്ത് പോകുമ്പോൾ ഒരു കമ്പ് കണ്ണിലൂടെ കുത്തിക്കയറി, ഒരു കണ്ണിൻ്റെ കാഴ്ച പോയി. 28 വർഷം ആ ദേവദാസൻ ജീവിച്ചത് വേദനയില്ല. കുളിക്കുമ്പോൾ വേദന, കഴിക്കുമ്പോൾ വേദന, യാത്ര ചെയ്യുമ്പോൾ വേദന, ഉറങ്ങാൻ കിടക്കുമ്പോൾ വേദന, ഉണർന്നിട്ട് നിൽക്കുമ്പോൾ വേദന. 28 വർഷം വേദനയിൽ ജീവിച്ച 28 ലക്ഷം ജനത്തെ യേശു കർത്താവിലേക്ക് കൊണ്ടുവരികയുണ്ട്. സ്വയത്യാഗം. അവസാനത്തുള്ളി രക്തവും ഒഴുകണം, അതായിരുന്നു പിതാവിൻ്റെ പദ്ധതി. മിച്ചം എടുക്കണ്ട, അവസാനത്തതും പോറിട്ടാകട്ടെ. അവസാനത്തുള്ളി രക്തവും, അതൊക്കെ പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ ഇത് ചെയ്യാൻ വളരെ 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 പ്രയാസം. അവസാനത്തുള്ളി രക്തവും ചുമ്മാതല്ല, പടയാളിക്ക് വന്ന് കുത്തി തുളയ്ക്കാൻ ഇട്ടുകൊടുത്തത്. ആ പടയാളിക്ക്, ദുഷ്ടനായ ക്രൂരനായ പടയാളിക്ക് കുത്തി തുളയ്ക്കാൻ ഇട്ടുകൊടുത്തത് ചുമ്മാതല്ല. സ്തോത്രം. എന്നിൽ നിന്നും നിന്നിൽ നിന്നും അതുണ്ടാകണമെന്ന് സ്വർഗം ഡിമാൻഡ് ചെയ്യുകയാണ്. എൻ്റെ അവസാനത്തെ പൈസ, അവസാനത്തെ റിലേഷൻ, അവസാനത്തെ ഇമോഷൻ, അവസാനത്തെ വിചാരവും സുവിശേഷത്തിന് വേണ്ടി pour it out. വില്യം കേരിയെ കുറിച്ച് ഞാൻ വായിച്ചു. വില്യം കേരി ഒരു ദിവസം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നു. തൻ്റെ ഭാര്യ ഓൾറെഡി ഭ്രാന്തിയായി അടുത്ത റൂമിൽ കിടന്ന് ഭ്രാന്തിയായ ഭാര്യ പുലഭ്യം പറയുന്നത് വില്യം കേരിക്ക് കേൾക്കാം. അന്ന് രാത്രി അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന റോമാലേഖനം 8-ാം അധ്യായം, അതിലൊരു വാക്യമുണ്ട്: നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഭാര്യ പുലഭ്യം പറയുന്ന ശബ്ദം കേട്ടപ്പോൾ അറിയാതെ ചോദിച്ചു പോയി, ഇതും നന്മയ്ക്കാണോ? ഞാൻ ഈ മൈക്ക് താഴെ വെച്ച് നിങ്ങളോട് വ്യക്തിപരമായി സംസാരിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പല മുറിവുകൾ നിങ്ങൾക്കും പറവാൻ കഴിയും. ഉടഞ്ഞവരെ, തകർന്നവരെ, we are like a alabaster bottle. നമ്മളെല്ലാവരും വെൺകൽ ഭരണി പോലെയാണ്. വെൺകൽ ഭരണിക്ക് കോർക്കില്ല, വെൺകൽ ഭരണിക്ക് അടപ്പില്ല. വെൺകൽ ഭരണി ഉടഞ്ഞാൽ മാത്രമേ അതിനകത്തുള്ളതായ തൈലം പുറത്തേക്ക് ഒഴുകത്തുള്ളൂ. അടഞ്ഞവനെയല്ല ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നത്, ഉടഞ്ഞവനെയാണ്. കണ്ണുകൾ അടച്ച് രണ്ട് കരങ്ങളെ ഉയർത്തി യെസ് fill us with the Holy Spirit. വായ്കളെ തുറന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച് ശബ്ദമുയർത്തി കരഞ്ഞവർ, ഉടഞ്ഞവർ, തകർന്നവർ, വ്യഥയും വേദനയും കണ്ടവർ, യെസ്, ആ ഉണർവിന്റെ വില കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. Come on, ശബ്ദമുയർത്തി. Yes, fill these people. Father, in the name of Jesus, ഈ ജനത്തിനെ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഒരു പുതിയ ചരിത്രം അവരിലൂടെ പുറത്തു വരട്ടെ. പുതിയ അധ്യായം അവരിലൂടെ ആരംഭിക്കട്ടെ. Let there be a new beginning of another chapter. അടുത്ത അധ്യായം അവരുടെ ജീവിതത്തിന്മേൽ ഉളവാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി അത് ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവർ അനുഭവിക്കുന്ന സകല രോഗക്കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. എല്ലാ ട്യൂമറുകൾ, ആവശ്യമില്ലാത്ത ശരീരത്തിൽ കാണുന്നതായ അനാവശ്യമായ സകല വിധത്തിലുള്ളതായ സ്തോത്രം വളർച്ചകൾ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ വേരോടെ വിട്ടുപോകട്ടെ. ഉച്ചം തല മുതൽ പാദം വരെ യേശുവിന്റെ നാമത്തിൽ ദൈവിക വിടുതൽ ഉണ്ടാകട്ടെ. എല്ലാ ആർത്രൈറ്റിസ് രോഗങ്ങൾ മാറിപ്പോകട്ടെ. എല്ലാ ആസ്മ രോഗങ്ങൾ മാറിപ്പോകട്ടെ. എല്ലാ ഹൃദയത്തിന്റെ ബ്ലോക്കുകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. എല്ലാ ബ്രെയിൻ ഹെമറേജുകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ രക്തരോഗങ്ങൾ നസ്രേന യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അങ്ങയുടെ അടിപ്പിണരാനുള്ള സൗഖ്യം, യേശുവിന്റെ അടിപ്പിണരാനുള്ള സൗഖ്യം, യേശുവിന്റെ അടിപ്പിണരാനുള്ള സൗഖ്യം വ്യാപരിക്കട്ടെ. പൂർണ്ണ വിടുതലായി സ്തോത്രം. എല്ലാ കണ്ണുകളും അടയട്ടെ. കർത്താവേ, യേശു ഈ ലോകത്തിൽ കടന്നു വരുമ്പോൾ നീ നഷ്ടപ്പെടാൻ പാടില്ല. യേശുവിൻ്റെ വരങ്കിൽ നീ രക്ഷപ്പെടണം. യേശു നിന്നെ രക്ഷിക്കണം.
യേശുവിനെ രക്ഷിക്കുക മാത്രമല്ല, എൻ്റെ കൃപയിൽ നീ സ്നാനപ്പെടണം. കണ്ണുകളടച്ച് തീരുമാനിച്ചു, എൻ്റെ ജീവിതത്തിൽ കർത്താവ് യേശു ഒരവസരം തന്നാൽ ഞാൻ സ്നാനപ്പെടും. തീരുമാനിക്കും എല്ലാവരും, സ്നാനപ്പെടത്തിൽ എല്ലാവരും തീരുമാനിക്കണം. യേശു എൻ്റെ ജീവിതത്തിൽ ഒരവസരം തന്നാൽ ഞാൻ സ്നാനപ്പെടും. എല്ലാവരും തീരുമാനിക്കും. സ്നാനപ്പെടാത്ത എല്ലാവരും തീരുമാനിച്ചു, കർത്താവ് യേശു എൻ്റെ ജീവിതത്തിൽ ഒരവസരം തന്നാൽ ഞാൻ സ്നാനപ്പെടും. ദൈവാത്മാവ് നിന്നോട് വാദിക്കുകയാണ്, ദൈവാത്മാവ് നിന്നോട് സംസാരിക്കുകയാണ്. കണ്ണടച്ച് എല്ലാവരും പ്രാർത്ഥിച്ച്, യേശു എൻ്റെ ജീവിതത്തിൽ ഒരവസരം തന്നാൽ ഞാൻ സ്നാനപ്പെടും. ബ്രദർ, നാളെ ആകണമെന്നില്ല, അടുത്ത മാസം ആകണമെന്നില്ല, പക്ഷേ ഇഫ് അറ്റ് ഓൾ ദ ലോർഡ് ഗിവ് മീ ആൻ ഓപ്പർച്യൂണിറ്റി, ദൈവം എനിക്കൊരവസരം തന്നാൽ ഞാൻ സ്നാനപ്പെടും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവർ ദയവായി നിങ്ങളുടെ വലത് കരങ്ങളെ ഉയർത്തിയിട്ട്, യേശു എൻ്റെ ജീവിതത്തിൽ ഒരവസരം തന്നാൽ ഞാൻ സ്നാനപ്പെടും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് എത്രത്തോളം നിങ്ങളുടെ കരങ്ങൾ ഉയർത്താമോ അത്രത്തോളം നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിയിട്ട്, യേശു എൻ്റെ ജീവിതത്തിൽ ഒരവസരം തന്നാൽ ഞാൻ സ്നാനപ്പെടും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ ദയവായി നിങ്ങളുടെ വലത് കരങ്ങളെ ഉയർത്തിയാട്ടെ. താങ്ക് യു ലോർഡ്. വിശ്വാസ കർത്താവേ, ഈ കരങ്ങൾ ഉയർത്തിയിരിക്കുന്ന എൻ്റെ മക്കൾക്കായി സ്തോത്രം. മഹിമ കണ്ട സാക്ഷികളായി അവരെ നിർത്തിയാട്ടെ. അവരുടെ ശക്തമായ കൃപയിൽ പ്രയോജനപ്പെടുത്തിയാട്ടെ. വേഗത്തിൽ ഞങ്ങളുടെ കൽപ്പന അനുസരിപ്പാൻ അവരുടെ ജീവിതത്തിന് സഹായിക്കും. ഞങ്ങളുടെ നാമത്തെ മുഖത്തപ്പെടുത്തും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്നാനപ്പെടാൻ തീരുമാനിക്കേണ്ടവർ ഈ സെഷൻ കഴിഞ്ഞ ഉടനെ തന്നെ, ഈ പ്രസംഗം, ഈ ആരാധന കഴിഞ്ഞ ശേഷം സ്തോത്രം, അതെ, തോമസ് കുട്ടി പാസ്റ്ററെ ദയവായി കണ്ട്, അല്ലെങ്കിൽ മറ്റു മാസ്റ്റർമാരെ കണ്ട് ഞാൻ സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന ദൈവത്തിൻ്റെ കൃപയാൽ പറഞ്ഞിട്ട് വേഗത്തിൽ കർത്താവിൻ്റെ കൃപയാൽ സ്നാനപ്പെടാൻ പെടുക. ഞാൻ എൻ്റെ പേരൻസിനോട് ചോദിക്കാതെ എൻ്റെ 17ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടു. പേരൻസ് അറിഞ്ഞില്ല. 6 മാസം കഴിഞ്ഞിട്ട് ലെറ്റർ എഴുതി. കാരണം എല്ലാവരുടെയും പെർമിഷൻ എടുത്തിട്ട് സ്നാനപ്പെട്ടെങ്കിൽ ഇപ്പോഴും സ്നാനപ്പെടത്തില്ലായിരുന്നു. ഒരിക്കൽ കൂടെ എല്ലാവരുടെയും അനുവാദം ചോദിച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ, ലോകത്തിന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ചോദിച്ചിട്ടിരുന്ന് ഇപ്പോഴും സ്നാനപ്പെടത്തില്ലായിരുന്നു. പക്ഷെ അന്ന് ഇറങ്ങി, ഒറ്റയ്ക്ക് ഇറങ്ങി, വീട്ടിലാദ്യമായിട്ട് ഒറ്റയ്ക്ക് ഇറങ്ങി. ദൈവം ലജ്ജിപ്പിച്ചില്ല കേട്ടോ. 33 വർഷമായി ഡ്രസ്സ് വാങ്ങിയിട്ട്. നാൽപ്പത്തിരണ്ട് രാജ്യങ്ങൾ പ്രസംഗിച്ചു. ജിസനറിയാം, ഇതാണ് എൻ്റെ ലൈഫ്. എല്ലാ സാറ്റർഡേ രാത്രി സ്തോത്രം ഏതെങ്കിലും എയർപോർട്ടിൽ ഇരുന്ന് ഉറങ്ങി സൺഡേ രാവിലെ തിരുവനന്തപുരത്ത് വരും. 5 സർവീസ് കിടത്തും. തിങ്കളാഴ്ച രാവിലെ പെട്ടിയെടുക്കും, വേറെ എങ്ങോട്ടെങ്കിലും പോകും. ദൈവകൃപയിൽ എനിക്കത് നിങ്ങൾ എല്ലാവരും കാണാം, എല്ലാ യങ്സ്റ്റേഴ്സിലും കാണാം, എല്ലാവരും കാണാം. നിങ്ങളുടെ റെസ്റ്റ്, നിങ്ങളുടെ ഉഴപ്പ് യേശുവിൻ്റെ നാമത്തിൽ കരിഞ്ഞു പോട്ടെ. എല്ലാ ലേസിനസ്, എല്ലാ ലേസി ഭൂതം വിട്ടുപോട്ടെ. എട്ട് മണിയായപ്പോൾ അങ്കിളെന്താ പറഞ്ഞേ? മക്കളെല്ലാം പറ, അങ്കിളെന്താ പറഞ്ഞേ? 8 മണിയായപ്പോൾ ഷിമോൻ വയലിൽ ജോലി തീർത്തിട്ട് വരികയാണ്. 8 മണിക്ക് അലാം വെച്ച് ഉറക്കണീറ്റ് എന്നല്ലേ പറഞ്ഞത്? 8 മണിയായപ്പോൾ ജോലി തീർത്തിട്ട്, സ്തോത്രം, വയലിൽ നിന്ന് ജോലി തീർത്തിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. ഇന്നലെ രാത്രി ഉറങ്ങിയില്ല, ഇന്നും ഉറക്കമില്ല. പ്രത്യേകിച്ച് ബോബസാണ് ഡ്രൈവ് ചെയ്യുന്നത്. എങ്ങനെ ഉറങ്ങും? ഐസിന് പേടിയില്ല. സ്തോത്രം, എങ്ങനെ ഉറങ്ങും? മനസ്സിലായോ? അപ്പോൾ ആദ്യം ജിസനായിരിക്കും ഡ്രൈവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ ബോസ് ഡ്രൈവ് ചെയ്യുക. അപ്പോൾ ഉറങ്ങി വരുമ്പോഴേക്കും ബോസ് മാറും. അപ്പോൾ പിന്നെ എങ്ങനെ ഉറങ്ങാൻ പറ്റും വെച്ചാൽ? ഓക്കെ, സ്തോത്രം. ഞാൻ എന്താ കളിയും തമാശയെന്ന് ചുമ്മാ അല്ല പറഞ്ഞേ. ഉഴപ്പല്ല മക്കളെ. തീയിൽ തണുപ്പില്ല, തീയിൽ തണുപ്പില്ല, തീയിൽ തണുപ്പില്ല. ഇതുപോലെ രാത്രി മുഴുവൻ പറഞ്ഞു നിൽക്കാൻ പറ്റും. നിലമ്പൂരാണ് സ്ഥലം, തോമസ് മാസ്റ്റർ സ്ഥലം. തോമസ് മാസ്റ്റർ നിത്യതയിൽ വിശ്രമിക്കുന്ന തോമസ് മാസ്റ്റർ സ്ഥലം, കലായിൽ ബേബിച്ചാവിൻ്റെ സ്ഥലം. പിതാക്കന്മാരെല്ലാം പോവുക, പിതാക്കന്മാരെല്ലാം പോവുക. ആ കസേരകൾ നിറയണം. പിതാക്കന്മാർ ഇട്ടിട്ട് പോയ കസേരകൾ നിറയണം. ഞാനിന്ന് എന്നെ ഡ്രൈവ് ചെയ്ത സഹോദരൻ്റെ പേര് ഞാൻ മറന്നു. വിജേഷ് എന്തിയെ? വിജേഷ് എന്തിയെ? വിജേഷ് താങ്ക്സ് മോനെ. ഞാൻ ഭയങ്കരമായിട്ട് അനുഗ്രഹിക്കുകയാണ്. വിജേഷിൻ്റെ അടുത്ത് പറയായിരുന്നു കോർഡിനേഷൻ സ്പിരിറ്റ്. ഞാൻ മലബാറിൽ കണ്ടിട്ടുള്ള ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഓർഗനൈസറാണ് സ്തോത്രം തോമസ് മാസ്റ്റർ. നമ്മൾ ഒത്തിരി മീറ്റിംഗാണ് ചെയ്തത്. തോമസ് മാസ്റ്റർ യേശുവിൻ്റെ നാമത്തിൽ ഞാനിത് പറഞ്ഞേക്കുന്ന ഇതെല്ലാം ഒരു പകർച്ചയാകട്ടെ, ഇതെല്ലാം പകർച്ചയാകട്ടെ, ഇതെല്ലാം പകർച്ചയാകട്ടെ. ആമേൻ, ആമേൻ. എക്സാക്ട്ലി, 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 എക്സാക്ട്ലി.
സ്തോത്രം. ആമേൻ, ആമേൻ. താങ്ക് യു. പ്രാർത്ഥിക്കുക. മറ്റേതൊരു സമയത്തെക്കാളും നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. ജിസൻ എന്തിയെ? കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും, ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും അങ്ങേ ഞാനായുസ് നാളെല്ലാം നന്ദിയോടടി വണങ്ങും. മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും, ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ് നാളെല്ലാം നന്ദിയോടടി വണങ്ങും. ആർപ്പോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ, മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വിരുദിനായി. ആർപ്പോടു അങ്ങേ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ, മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വിരുദിനായി. ലഭിക്കും നിശ്ചയം എൻ വിരുദെനിക്കു, ശത്രുക്കൾ ആരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും, ദൂതന്മാരുടെ മധ്യത്തിൽ ലഭിക്കും നിശ്ചയം എൻ വിരുദെനിക്കു, ശത്രുക്കൾ ആരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും, ദൂതന്മാരുടെ മധ്യത്തിൽ. മനോഹരമാം സിയോനിൽ ഞാൻ വേഗം ചേർന്നിടും, എൻ ക്ലേശമാകെ നീങ്ങിപ്പോ അവിടെ എത്തുമ്പോൾ. മനോഹരമാം സിയോനിൽ ഞാൻ വേഗം ചേർന്നിടും, എൻ ക്ലേശമാകെ നീങ്ങിപ്പോ അവിടെ എത്തുമ്പോൾ. നിത്യമാം സന്തോഷം പ്രാപിക്കും അന്നു ഞാൻ, എൻ ശത്രുവിനതു എടുപ്പാൻ പാടില്ല. ആനന്ദം കൂടിടും സാനന്ദം പാടിടും ശ്രീയേശുരാജൻ മുൻപാകെ. നിത്യമാം സന്തോഷം പ്രാപിക്കും അന്നു ഞാൻ, എൻ ശത്രുവിനതു എടുപ്പാൻ പാടില്ല. ആനന്ദം കൂടിടും സാനന്ദം പാടിടും ശ്രീയേശുരാജൻ മുൻപാകെ. കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടി. മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും, ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും, ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. Wonder-working power in the blood of the Lamb. There is power, power, wonder-working power in the precious blood of the Lamb. There is power, power, wonder-working power in the blood of the Lamb. There is power, power, wonder-working power in the precious blood of the Lamb. Do you believe in the passion of Christ? The power in the blood, power in the blood. Amen. But for the same to the Calvary strike, there is wonderful power in the blood. Do you believe in the passion of Christ? There is power in the blood,
power in the blood. But for the pain to the Calvary's spot, there is wonderful power in the blood. Sing along. There is power, power, wonder-working power in the blood in the blood of the Lamb. There is power, power, wonder-working power in the precious blood of the Lamb. ഉണ്ട് ശക്തി, ശക്തി, അത്ഭുത ശക്തി യേശുവേ രക്തത്താൽ. ഉണ്ട് ശക്തി, ശക്തി, അത്ഭുത ശക്തി യേശു ക്രിസ്തുവിൻ രക്തത്താൽ. ഉണ്ട് ശക്തി, ശക്തി, അത്ഭുത ശക്തി യേശുവേ രക്തത്താൽ. ഉണ്ട് ശക്തി, ശക്തി, അത്ഭുത ശക്തി യേശു ക്രിസ്തുവിൻ രക്തത്താൽ. യേശു ക്രിസ്തുവിൻ